ദൈവവചന കേൾവിക്ക് അവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ഇങ്ങനെ അനുഗ്രഹീതമായൊരു അവസരം കർത്താവ് തന്നെ വളരെ സന്തോഷമുണ്ട്. വർഷങ്ങളായി പരിചയമുണ്ട്. 25 വർഷം മുമ്പാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങുന്നത്. ആ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുദാസൻ ജെയിംസ് ജോൺ വാഞ്ചൽ വോയിസ് എന്ന സംഘടനയിൽ ആ ഗാനട്രൂപ്പുമായി പാടാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രസംഗിച്ച പല യോഗങ്ങളിലും അവർ പാട്ട് പാടുന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാളൊക്കെ വലിയൊരു കടപ്പാടി ദൈവദാസൻ്റെ കുടുംബത്തോട് എനിക്കുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഇതുവരെ പരസ്യമായ രീതിയിൽ പറയാത്തൊരു കാര്യമാണ്. 17ാമത്തെ വയസ്സിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ, പ്രസംഗങ്ങൾ ഞാൻ എഴുതിയെടുക്കും. കൊച്ചു ടേപ്പ് റെക്കാർഡി. എന്നിട്ട് അന്ന് നമ്മുടെ പ്രധാന മാസികകളിൽ ദൈവദാസന്മാരുടെ മെസ്സേജുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ദൂതുകൾ ഞാൻ എഴുതിയെടുത്ത് മാസികകൾ കയറ്റുമായിരുന്നു. ആ പ്രസംഗ റിപ്പോർട്ടിൻ്റെ അടിയിൽ ബി മോനച്ചെന്ന കുഞ്ഞക്ഷരത്തിൽ വരും. വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ അഭിഷക്തൻ ഒരു കാലഘട്ടത്തിൽ മലയാളക്കരയിൽ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിന്ന സിംഹതുല്യം ഗർജിച്ച നിങ്ങളെല്ലാവരും അറിയുന്ന വി.എ. തോമസ് എന്ന അഭിഷക്തൻ, അദ്ദേഹത്തിൻ്റെ അമ്മായിയൊക്കെ അദ്ദേഹത്തെ നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ എഴുതിയെടുക്കുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചതിങ്ങനെയാണ്: ഒരു വലിയ ആവശ്യവും ഒരു ചെറിയ സാധ്യതയുമുണ്ടെങ്കിൽ ആ വലിയ ആവശ്യത്തിനായി ദൈവം ചെറിയ സാധ്യത ഉപയോഗിക്കും. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഉരുക്കുപാളിയും കച്ചിത്തിരുമ്പും ദൈവകരത്തിൽ ഇരുന്ന് കൊടുത്താൽ ദൈവം അതുകൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യും. ആ മെസ്സേജിൽ കൊച്ചു ടേപ്പ് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേട്ട് ഞാൻ എഴുതുകയാണ്, എഴുത്തു ഭാഷയിലാക്കിയാണ്. ഈ വാചകം വന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മകനെ, ഈ ദൂത് നിന്നോടാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ ഞാൻ ശബ്ദമെടുക്കാൻ കഴിയാത്തയാളായിരുന്നു. 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സത്യമാണുള്ളത് ഞാൻ പറയുന്നത്. ബസ്സിൽ യാത്ര ചെയ്താൽ ഞാൻ ശബ്ദിക്കുമായിരുന്നു, തലകറങ്ങുമായിരുന്നു. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഈ ദൂത് നിന്നോടാണ്. ആ രാത്രിയിൽ ആ ദൂതിന് മുമ്പ് ഞാൻ സമർപ്പിച്ചു. കർത്താവ്, ഇന്ത്യയിലെ സുവിശേഷീകരണമെന്ന വലിയ ആവശ്യത്തിനായി ബി മോനച്ചൻ എന്ന ചെറിയ സാധ്യതയെ ഞാൻ സമർപ്പിക്കുന്നു. രാത്രി കർത്താവിനോട് പറഞ്ഞു, മകനെ, ദ്വീപുകൾ എൻ്റെ ഉപദേശത്തിനായി കാത്തു നിൽക്കുന്നു. നിന്നെ ഞാൻ ദ്വീപ് സമൂഹങ്ങളിൽ നിർത്തുവാൻ പോകുകയാണ്. ആ വാഗ്ദത്തം ഈ രാത്രി വരെ നിവർത്തിക്കപ്പെട്ടു. കടപ്പാടെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായോ? കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി.എ. തോമസിൻ്റെ മെസ്സേജിലൂടെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചത്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളോട് ഒരു വാഗ്ദത്തം നൽകിയാൽ, നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വാക്ക് പറഞ്ഞാൽ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും അത് നിവർത്തിക്കുവാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. വിശ്വസിക്കണം. ദൈവ സമൂഹങ്ങളിൽ കർത്താവിനെ നിർത്തിക്കൊണ്ടിരിക്കുന്നു. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ദൈവനെ അയച്ചു. ലോകപ്രശസ്തരായ റൈനാർഡ് ബോങ്കെ 8 ലക്ഷം വിശ്വാസികളുള്ള സഭയുടെ പാസ്റ്ററായി യോഗിച്ചു. അവരോടൊപ്പം അവർ പ്രസംഗിച്ച സ്റ്റേജിൽ മലയാളി കോൺഫറൻസിൽ പ്രസംഗിക്കാനിടയായി. എൻ്റെ മഹത്വം പറയാനൊന്നുമല്ല, എന്നെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറയും എത്രയും ആ വിശുദ്ധത്തിൽ വിശ്രമിക്കുന്ന എന്നെ പോലെ ആയിരക്കണക്കിന് ആളുകൾ വിശേഷത്തിൽ സമർപ്പിച്ചു കാണും. ദൈവം ഒരു കാര്യം ആരംഭിക്കുമ്പോൾ സാത്താൻ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, ഓടില്ലെന്ന് പറയും. ആവിയൻഷൻ കണ്ടുപിടിച്ച ജോർജ് സ്റ്റീവൻസൺ തൻ്റെ പെണ്ണിനെ മേരിയെ ആ എഞ്ചിനിൽ വെച്ച് ഓടിച്ചു കാണിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ മേരിയെ വലിയ സന്തോഷത്തോടെ ആവിയൻഷനെ ആദ്യമായി കണ്ടുപിടിച്ച് മേരിയെ ഇത് കയറ്റി വെച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് സ്റ്റാർട്ടായില്ല. അങ്ങനെയുണ്ട്, ചിലരൊക്കെ കയറിയാൽ ഓടുന്നതുകൊണ്ട് ഓടാതാകും. അവിടെ ആ കൊച്ചു പറഞ്ഞു, ജോർജ് ഇത് ഓടാൻ പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായി. ആ എഞ്ചിനിൽ അങ്ങോട്ട് കുതിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കൊച്ചു വിളിച്ചു പറഞ്ഞു, ജോർജ് ഇത് നിൽക്കാൻ പോകുന്നില്ല. ദൈവത്താൽ ആരംഭിക്കുന്നല്ല അങ്ങനെയാണ്.
നീ ആരംഭം വിടുമ്പോൾ സാത്താൻ പറയുന്നത് ഓടില്ല 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 ഓടില്ല. പക്ഷെ ദൈവമാണ് ആരംഭം വിടുന്നതെങ്കിൽ ഓടിക്കുവാൻ അവൻ ശക്തനായവനാണ്. എത്രയൊക്കെ വാതുറന്ന് കരം ഉയർത്തി ശക്തിയുടെ സ്തോത്രം പറഞ്ഞു. ഷെക്കൈന സിംഗേഴ്സ് എന്ന ഈ ഗായക സംഘത്തിന് ആരംഭം കുറിക്കാൻ പരിശുദ്ധാത്മാവാണോ പറഞ്ഞത്? ആരെല്ലാം ഓടില്ലെന്ന് പറഞ്ഞാലും തമ്പുരാൻ ഓടിക്കും. വിശ്വസിക്കണം. ഗായക സംഘങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി പറയണ്ടേ, കാരണം ഞങ്ങളല്ലേ ഇവരെ അനുഭവിക്കുന്നത്, സഹിക്കുന്നതൊക്കെ. 25 വർഷം കൊണ്ട് കേരളത്തിൽ ഏതെല്ലാം ടീമുണ്ടോ ആ ടീമെല്ലാം കണ്ടു കഴിഞ്ഞു. ഒരു കാലത്ത് ഗായക സംഘങ്ങൾ ശുശ്രൂഷ ഓറിയന്റഡ് ആയിരുന്നു, ആത്മാക്കളുടെ വിടുതലായിരുന്നു നമ്മുടെ ഗായക സംഘടയൊക്കെ ലക്ഷ്യം. ഇത് വിധേന യേശുവിനെ ഉയർത്തണം, ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ലക്ഷ്യങ്ങൾ ഇത് മാറിപ്പോയി. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കൽ ഒരപ്പന്മാരോട് ഇങ്ങനെ യാത്ര ചെയ്യാണ്, വനത്തിലൂടെയാണ് യാത്ര, നടന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞു, വഴിയുടെ ദൂരം കുറച്ച് തരാൻ പറഞ്ഞു. വഴിയുടെ ദൂരം കുറയ്ക്കാൻ പറഞ്ഞു. മണ്ടനായ മോന് മനസ്സിലായില്ല, ഈ വഴിയുടെ ദൈർഘ്യം കുറയ്ക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നവൻ്റെ ഭാര്യ ബുദ്ധിമതിയാണ്. അവളോട് ചോദിച്ചു, അപ്പൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വഴിയുടെ ദൈർഘ്യം കുറയ്ക്കാൻ. എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബുദ്ധിമതിയായ പെങ്കൊച്ചു പറഞ്ഞു, അച്ചായ, അപ്പൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഒരു പാട്ട് പാടാനാ, ഒരു പാട്ട് പാടാനാ. പാട്ട് കേട്ടാൽ വൈഷമ്യമുള്ള വലിയ യാത്രയൊക്കെ ചെറുതായിട്ട് തോന്നും. സന്തോഷമുള്ള ശക്തിയുടെ സ്തോത്രം പറഞ്ഞാൽ അനുഗീതമായ ഗാനങ്ങളാണ്. ദേവദാസൻ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ തന്നെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അദ്ദേഹം ഞാൻ വിളിച്ചിട്ടുണ്ട്, സ്പോട്ടിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്ര മനോഹരം, ഹൃദയത്തെയൊക്കെ ആശ്വസിപ്പിക്കുന്നു. ഇദ്ദേഹം മാത്രമല്ല, ഇങ്ങനെ എഴുതിയ അനേക ദൈവമക്കളുടെ പാട്ട്. ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും നല്ല പാട്ട് ഇറങ്ങുന്നുണ്ട്. അതൊരു പാട്ട് ഇപ്പോൾ ഒരു പാടിയത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എം മുമ്പിൽ ചെല്ലിടലുണ്ടാകുന്നു. ഈ പാട്ട് അമേരിക്കയിൽ ഒരു കോൺഫറൻസിൽ എന്നോടൊപ്പം സെക്കൻഡ് സിംഗേഴ്സ് അവർ ഞാൻ പ്രസംഗിക്കുന്ന മീറ്റിങ്ങിൽ അത് പാടി റെക്കോർഡ് ചെയ്ത് ഇൻ്റർനെറ്റിൽ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം യൂട്യൂബിൽ. 1.5 മാസം കൊണ്ട് 29,000 ആളുകൾ ആ പാട്ടും അതോടൊപ്പം മെസ്സേജും കണ്ടു കഴിഞ്ഞു. 29,000 വരെ ഇതുപോലുള്ള യോഗമാണ്. നിങ്ങൾ ചിന്തിച്ചോ, എത്ര യോഗം വേണം? ആ പാട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ആ പാട്ട് കേൾക്കാനുണ്ടായതും അതിൽ മെസ്സേജും കിട്ടും. ഞാൻ വിശ്വസിക്കുക. അതുപോലെ നിശ്ചയമായും അനുഗ്രഹമാണ്. ഷെക്കൈന എന്ന പേര് തന്നെ ദൈവസ്ഥാനത്തെ കുറിക്കുന്നതാണ്. ഞാനൊരിക്കലും ഇതുപോലൊരു ഉദ്ഘാടനമൊന്നും സാധാരണ എന്നെ വിളിക്കാറില്ല, കാരണം ഞാനതൊന്നും വലിയ ആളല്ലല്ലോ. എങ്കിലും എന്നെ അതിലേൽപ്പിച്ച സന്തോഷം. കൃപാ വോയിസ് എന്ന് പറഞ്ഞൊരു ടീം ഞാനിതുപോലെ ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, വോയിസ് പോയാലും കൃപ പോകാതെ കാത്തോണം. എനിക്കിത് പറയാനുള്ളത്, ഷെക്കൈന നിങ്ങളുടെ ഗാനങ്ങളിൽ ഇറങ്ങി വരാനിടയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അമ്പരചുംബികളായ ദൈവാലയങ്ങൾ വിട്ടിറങ്ങി വരാം. മധുമായും ധൂപക്കുറ്റിയും വിട്ടിറങ്ങി വരാം. നമ്മൾ വന്നത് കൊച്ചു കൊച്ചു വീടുകളിൽ ആരാധിക്കാൻ, കൊച്ചു കൊച്ചു ഹാളിൽ ആരാധിപ്പാൻ. നീ വിട്ടുപോകുന്നിടത്ത് വലിയ വലിയ ദൈവാലയങ്ങളുണ്ട്, മധുവായുണ്ട്, ധൂപക്കുറ്റിയുണ്ട്, മണമുണ്ട്, മണിയടിയുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ വലിയ ദൈവാലയങ്ങളില്ല, ആൾക്കാരുകളില്ല. പക്ഷെ അവിടെ ഇല്ലാത്തതൊന്നും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ അഗ്നി കത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസൻ വറീസിൽ വളരെ വർഷങ്ങൾ കർത്താവിനെ അധ്വാനിക്കുന്നു. വളരെ ഇഷ്ടമാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അനേകം തുടങ്ങിയിരിക്കുന്ന ടീം അവർ ആത്മാവിൽ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ തന്നെ ദൈവിക ഷെക്കൈന ജനമധ്യത്തിൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അവർ എവിടെ പാടുന്നോടുന്ന സ്റ്റേജിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വ്യാപിക്കട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവചൈതന്യമാണ്, ആത്മവ്യാപാരമാണ്, പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരമാണ്. അത് മടക്കിക്കൊണ്ടുവരുവാൻ ഈ ടീമിനിടയാകട്ടെ. അക്ഷരത്തിന്റെ ശുശ്രൂഷകൾ ആത്മാവിന്റെ ശുശ്രൂഷ തന്നെ നടക്കട്ടെ. അവരാത്മാവിൽ പാടുമ്പോൾ ദൈവകൃപ വ്യാപരിക്കുന്നതോടൊപ്പം ജനഹൃദയങ്ങൾക്ക് അത് ആശ്വാസമായി മാറട്ടെ. അനേക ശൗരന്മാരുടെ ഭൂത വ്യാപാരങ്ങൾ വിട്ടുമാറുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ നാളോളം ഷെക്കൈന സിംഗേഴ്സ് യേശുവിനായി പാടുവാൻ ഇടയാകട്ടെ. അനേക സാധാരണായി പാടുമ്പോൾ യേശുവിനായി പാടട്ടെ. കർത്താവിന് വേണ്ടി ടീം നിലനിൽക്കട്ടെ. പാടുന്ന ഓരോ ഗായക സംഘങ്ങളുടെയും അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ.
അവരുടെ നാവിൻ തുമ്പിൽ അഭിഷേകത്തിന്റെ കൃപയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. എത്രയൊക്കെ സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് ബോധപ്പെടുത്തിയാൽ യേശുവിൻ നാമത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ടീം വളരെ ശക്തമായി ഭാരതത്തിന്റെ അങ്ങോളമിങ്ങോളം ദൈവത്തിനായി പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നർത്ഥം നമുക്ക് എല്ലാവർക്കും ദൈവം കണ്ണടയ്ക്കാം, ദൈവം പ്രാർത്ഥിക്കാം. ഈ ടീമിന്റെ അംഗങ്ങളെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ജോണിനെ മറ്റെല്ലാവരെയും ദൈവസമർപ്പിച്ച് ആത്മാർത്ഥമായി ഹൃദയംഗമായി അല്പനിമിഷം കണ്ണടച്ച് ശക്തിയോടെ എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സൗഖ്യപിതാവേ, ഈ അനുഗ്രഹീതമായ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവമേ, ചെറിയ ആരംഭങ്ങളെ വലുതാക്കുന്ന കർത്താവേ, ഷെക്കൈന സിംഗേഴ്സ് എന്ന ടീമിനെ കരത്തിൽ ഏൽപ്പിച്ച് നിന്റെ അഭിഷേകന്മാരായ നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി ഷെക്കൈന സിംഗേഴ്സ് എന്ന ഗായക സംഘത്തെ ഇപ്പോൾ രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കരം അവരെ സ്പർശിക്കുന്നവർക്ക് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം, കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഗാനം പാടി ആരാധിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ആസ്വദിക്കുമാറാകട്ടെ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപതോനി കരുണിടലേ, ഇനിയും നടക്കണേ തിരുവിടമോ, ഇനിയും കൃപതോനി കരുണിടലേ, ഇനിയും നടക്കണേ തിരുവിടമോ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ല. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധമേലോ തിരുമ്പോൾ നമ്മിയോട് അസ്തമിച്ചു പോയിരുന്നു സോരങ്ങോ അകന്നു അസ്തമിച്ചു പോയിരുന്നു സോരങ്ങോ അകന്നു മാറുന്നു. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപതോനി കരുതിടലേ, ഇനിയും അനന്തര തിരുവിടമോ. ആമേൻ. ഇനിയും കൃപതോനി കരുതിടലേ, ഇനിയും അനന്തര തിരുവിടമോ. ഉയർത്തിയല്ലോ ശത്രുഗണം ബാധിക്കുന്നു, നീതിയും ഉയർത്തിരുന്നു. ഉയർത്തിയല്ലോ ശത്രുഗണം ബാധിക്കുന്നു, അകത്തുകൊണ്ട് നീതിയും ഉയർത്തിരുന്നു.
ശത്രുക്കളും ബാധിക്കുമോ നീതിയും മുഴക്കിടുമോ ശത്രുക്കളും ബാധിക്കുമോ അകത്തു വന്ന് നീതിയും മുഴക്കിടുമോ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. ഷെക്കൈന സിംഗേഴ്സിന് എല്ലാവിധമായ ആശംസകളും പ്രത്യേകമായി നേരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവം അവരെ ധാരാളമായി ഉപയോഗിക്കുവാനും അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. തുടർന്നുള്ള സമയമൊട്ടും ഞാൻ മുഖവരെ പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മുഖത്തോടെ ദൈവത്തിന് സ്തുതിക്കുക വാഴ്ത്തും ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരായ കർത്തദാസന്മാർക്കും ദൈവവചനം കേൾവിക്കായി ഇവിടെ വന്നിരിക്കുന്നില്ല ശിശുമാർക്ക് കുഞ്ഞുങ്ങൾക്കും ഈ ഉച്ചഭാഷയുടെ
ശബ്ദപരിധിയിൽ ഞങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുന്ന ദൈവസ്നേഹികളായ നാട്ടുകാർക്ക് ഏവർക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യയിരിക്കാൻ ഒടിവനായ ദൈവം എനിക്ക് നൽകി തന്ന നല്ല സാവകാശന ഞാൻ കർത്താവിന് വാഴ്ത്തലർപ്പിക്കുന്നു. വിശേഷാല യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പാസ്റ്റർ പി ജെ മാത്യു കുട്ടി അവர்கள், അഭിഷക്തന്മാരായ കർത്തദാസന്മാർ പാസ്റ്റർ തോമസ് വർഗീസ്, പാസ്റ്റർ പി വി മാത്യു, പാസ്റ്റർ ജി ജോൺ, പാസ്റ്റർ കെ എസ് ആൻകുട്ടി, പാസ്റ്റർ ജോർജ് ശമുവേൽ, മറ്റെല്ലാ അനുഗ്രഹീത ദൈവദാസന്മാർ വളരെ എന്നെ സ്നേഹിക്കുന്നവരാണ്. വിശേഷാൽ നമ്മുടെ യുടെ സെക്രട്ടറി സാം പനശ്ശേരി, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ യോഗത്തിൽ ഗാനം ആരംഭിക്കുന്ന ഷക്കീന വോയിസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ കൺവെൻഷൻ്റെ 2ാം ദിവസം രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് സംസാരിക്കാം. സമയം വളരെ കടന്നു പോയതുകൊണ്ട് വേഗത്തിൽ ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്പോൾ ഉച്ചഭാഷയുടെ ദൈവദാസൻ വായിച്ച് സഹായിക്കുന്നതാണ്. റോമാലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്പോൾ വായിച്ച് സഹായിക്കും. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. മതി. രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ നമുക്ക് വളരെ അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കാൻ ഞങ്ങൾ വാഴ്ത്തുകയാണ്. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തുള്ള രാത്രി നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകാൻ സ്തോത്രം. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല കർത്താവേ, ഭവനാന്തർഭാഗത്തിരുന്ന് പുറത്തു നിന്നൊക്കെ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കടന്നു പിടിപ്പാൻ പോകുകയാണ്. ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്നു. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെ ഞങ്ങൾ ഒന്നിച്ച് ശാസിക്കുന്ന കർത്താവേ, വലിയ ദൈവപ്രവർത്തി രാത്രി വെളിപ്പെടാൻ പോകാൻ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ സ്പർശിക്കാൻ പോകാൻ സ്തുതിക്കുന്നു. പ്രാർത്ഥന നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. രാത്രി എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാൽ, അവരെ കൂടെ എന്നല്ല, കൂടുതലും അവരെ ഉദ്ദേശിച്ചാൽ. ഒരു കാരണമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോകം മുഴുവൻ വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏഷ്യ മുഴുവൻ വാർത്തയാണ്. മരുന്ന് രാത്രി വെട്ടിപ്പുറത്ത് ഒരു ഭാവി മാനസാന്തരപ്പെട്ടാൽ അത് സ്വർഗത്തിൽ വാർത്തയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആരായാലും അവിടെ വലിയ കാര്യമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായാലും അവിടെ വലിയ കാര്യമല്ല. എന്നാൽ സ്വന്തം പേര് കൈകൊണ്ട് എഴുതാൻ അറിയാത്ത വ്യക്തിയാണെങ്കിലും അക്ഷരജ്ഞാനമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഒരു ഭാവി മാനസാന്തരപ്പെട്ടാൽ അത് സ്വർഗത്തിൽ വലിയ വാർത്തയാണ്. ഈ കൺവെൻഷൻ പലയിടത്തും വാർത്തയായി കാണും, ഒരുപക്ഷെ ഇന്നും വാർത്തയായി കാണില്ലായിരിക്കാം. എന്നാൽ ഈ കൺവെൻഷൻ സ്വർഗത്തിൽ വാർത്തയാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ കരമൊഴിയാത്ത ശക്തിയോടെ സ്തോത്രം ചെയ്യും. 15 ലക്ഷം രൂപ മുടക്കി യോഗം നടത്തിയിട്ടും ഒരു ഭാവി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ല. 15,000 രൂപയെ മുടക്കുന്നുള്ളെങ്കിലും ഒരാൾ കൃപയിൽ വന്നാൽ അതാണ് ഭാഗ്യം. ആ യോഗമാണ് വിജയം. അതുകൊണ്ട് രാത്രി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ യോഗം അവസാനിക്കുമ്പോൾ ഒരാളെങ്കിലും കൃപയിൽ വരുവാനിടയായി തീരണം. ഒരിക്കൽ കൂടെ നമ്മുടെ കൈകൾ ഉയർത്തി വാതുറന്ന ശക്തിയോടെ സ്തോത്രം. വിജ്ഞാനിയെങ്കിലും വിശുദ്ധനായ പൗലോസ് വിജ്ഞാനത്താൽ വിസ്തൃതമായ റോമാ സാമ്രാജ്യത്തിൽ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്ന അത്യന്തം വിജ്ഞാനപ്രദമായ ഒരു ലേഖനമാണ് റോമാലേഖനം. ഇതിന്റെ പ്രത്യക്ഷ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം എന്നതായിരിക്കുമ്പോൾ ഇതിന്റെ പരോക്ഷ വിഷയം വിശുദ്ധന്മാരുടെ പ്രതീക്ഷയാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. പൗലോസ് ഒരു വിജ്ഞാനിയായിരുന്നു, അപ്പോൾ തന്നെ വിശുദ്ധനും കൂടെ ആയിരുന്നു. വിജ്ഞാനിയായിരുന്നു, അപ്പോൾ തന്നെ വിശുദ്ധനുമായിരുന്നു. ഇന്ന് വിജ്ഞാനം കൂടുന്നതനുസരിച്ച് വിശുദ്ധി കുറയുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. അറിവ് കൂടുന്നതനുസരിച്ച് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ വലിയ BTHും BDയും MDHും ഒക്കെ എടുക്കുന്ന പല ആളുകൾക്കും വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും വിശ്വാസമില്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ വേദശാസ്ത്ര ഡിഗ്രിയൊക്കെ ഉള്ള വലിയ ക്രൈസ്തവ നേതാക്കൾ പോലും യേശുക്രിസ്തു ഏകരക്ഷിതാവെന്ന് പ്രസംഗിക്കാൻ മടിക്കുന്നൊരു കാലമാണ്. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, പേര് ഞാൻ പറയുന്നില്ല.
അദ്ദേഹം പറഞ്ഞത് ശിവന്റെ ശൂലവും മുഹമ്മദ് നബിയുടെ ചന്ദ്രക്കലയും യേശുക്രിസ്തുവിന്റെ കുരിശും ഒക്കെ ഒരു നാണയത്തിന്റെ വശങ്ങളാണ്. ഒരു ക്രിസ്ത്യൻ നേതാവ് പറഞ്ഞതാ. അടുത്ത ഭാഗം അദ്ദേഹം പറഞ്ഞത് എല്ലാ റോഡും റോമിലേക്കെന്ന പോലെ എല്ലാ വഴിയും ദൈവത്തിങ്കിലേക്കെന്ന്. ഇന്ന് രാത്രി വെട്ടിപ്പുറംകാരോട് ഞങ്ങൾ പറയട്ടെ, ഏത് നേതാവ് എന്നാ പറഞ്ഞാലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇവിടെ ഉള്ള കാലത്തോളോ ഞങ്ങളുടെ പൊക്കിൽ ശ്വാസമുള്ള കാലത്തോളോ ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങളുടെ കർത്താവ് പല വഴികളിൽ ഒരു വഴിയല്ല, അവൻ ഏക വഴിയാണ്. അവൻ പല മാർഗങ്ങളിൽ ഒരു മാർഗമല്ല, അവൻ ഏക മാർഗമാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകില്ല. യേശു ഏക രക്ഷിതാവ് എന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം പഠിച്ച ഒരു സഹോദരൻ അമേരിക്കയിൽ പോയി ബീഡി എടുത്ത് മടങ്ങി വന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഇവിടെയും ബീഡി ഇല്ലാഞ്ഞിട്ടാണോ അവിടെ വരെ പോയത്? വേദശാസ്ത്ര ഡിഗ്രി ബീഡി ബാച്ചുലർ ഡിവിനിറ്റി എടുക്കാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ മോനിച്ച ഇനി അത്ഭുതങ്ങളെ കുറിച്ചൊന്നും പ്രസംഗിക്കരുത്. ഞാൻ ചോദിച്ചു അതാണ് കാരണം. അത് വലിയ വേദശാസ്ത്രജ്ഞന്മാരാരും അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ കാനാവിൽ കല്യാണത്തിന് യേശു പച്ചവെള്ളം വീഞ്ഞാക്കിയത് കൺകട്ടാണെന്നാ പുള്ളി പറയുന്നത്. മരുഭൂമിയിൽ മന്ന വർഷിച്ചത് ഒരുതരം ചെടിയുടെ കായായിരുന്നെന്നാ പുള്ളി പറയുന്നത്. സ്വതന്ത്രം ചെങ്കടലിൽ രണ്ടായതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായതാണെന്നാ. ഞാൻ പറഞ്ഞു ഇതിന്റെ പേരാ വേലിയിറക്കല്ല, ഇതിന്റെ പേരാ വേലയിറക്കം. സ്വതന്ത്രം പണ്ടൊരു ശാസ്ത്രജ്ഞൻ നിന്ന് പ്രസംഗിക്കുക, ചെങ്കടൽ ഇസ്രായേൽ മക്കൾ കടന്നതിൽ വലിയ അതിശയമൊന്നുമില്ല, കാരണം അവിടെ പൊത്ത മുങ്ങാനുള്ള വെള്ളമേ ഉള്ളായിരുന്നെന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരമ്മച്ചി വെടിവിട്ടുന്നോരൊരു സ്തോത്രം പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതിനാ സ്തോത്രം പറഞ്ഞേ? ഉടനെ അമ്മച്ചി പറഞ്ഞു, ഈ പൊത്ത മുങ്ങാനുള്ള വെള്ളത്തിൽ ഫറവോനെയും കൂട്ടരെയും തമ്പുരാൻ മുക്കിക്കൊന്നല്ലോ, അതത്ര വലിയ അത്ഭുതമാണ്. അപ്പൊ അർത്ഥത്തിന് അതിര് വെച്ചാൽ അത് അത്യത്ഭുതമായി മാറും. സ്തോത്രമൊക്കെ പറഞ്ഞിരിക്കട്ടോ. ഇങ്ങനെ അഭിഷേകം പറഞ്ഞു, വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു കടലാന യോനയെ വിഴുങ്ങി. ഇനി വേദപുസ്തകം തിരിച്ചു പറഞ്ഞിരിക്കട്ടെ, യോന കടലാനെ വിഴുങ്ങി 3 ദിവസം കൊണ്ടു നടന്നു, 3-ാം ദിവസം കക്കി. ഇത് വേദപുസ്തകം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം വേദപുസ്തകത്തിൽ വെളിപ്പെടുന്ന ദൈവം അത് ചെയ്യാൻ ശക്തിയുള്ള ദൈവമാണ്. രാത്രി ഗവൺമെന്റിലുള്ള സഹോദര സഹോദരി, ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒരു കാര്യത്തിൽ നീ ചോദിക്കരുത്, ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിക്കുക. ലോകം മുഴുവൻ അസാധ്യം 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 എന്ന് പറഞ്ഞാലും നിന്റെ ദൈവത്താൽ അത് സാധ്യമാണെന്ന് നീ പറയണം. ഒരിക്കൽ കൂടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിശാച് 1000 പ്രാവശ്യം അസാധ്യം 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 എന്ന് എഴുതി വെക്കുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ അടിയിൽ നീ ഒരു പ്രാവശ്യം എഴുതി വെക്ക, എന്റെ ദൈവത്താൽ അത് സാധ്യമാണ്. എത്രവർക്ക് വിശ്വാസത്തോടെ ആ കരമടിച്ച ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന രാത്രി വിശ്വസിക്കുക, ദൈവത്താൽ സാധ്യമാണ്. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബൈബിൾ പറയുന്നു, രാത്രി കഴിവാറായി. സമയമുള്ളപ്പോൾ ഒരു ഭാഗം ഞാൻ വെട്ടിമാറ്റി നേരിട്ട് വിശദീകരണം തുടങ്ങിയാൽ, രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ നമുക്ക് വളരെ അടുത്തിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ലോക ജീവിതം രാത്രിക്ക് തുല്യമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവനെ സംബന്ധിച്ച് ലോക ജീവിതം പകലിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ രാത്രി മാറി അവരുടെ പകൽ വരാൻ പോകുകയാണ്. രക്ഷിക്കപ്പെടാത്തവന്റെ പകൽ മാറി അവന് രാത്രി വരാൻ പോകുകയാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ തെളിയിക്കുക. ഇപ്പോൾ നമ്മൾ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സന്ധ്യ കഴിഞ്ഞു, രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ രാത്രിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകം പകലിലേക്ക് കണ്ണുറക്കുകയാണ്. ഇപ്പോൾ അവിടെ വെളുപ്പിനെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 6:30 മണിയാകുന്നു. രാവിലെ അവർ നേരം വെളുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരേ ലോകത്ത് ജീവിക്കുന്ന 2 പേർക്ക് 2 വിധത്തിലാണ് രാത്രിയും പകലും അനുഭവിക്കുന്നതെങ്കിൽ, ഈ ലോക ജീവിതം രാത്രിക്ക് തുല്യമായി കഴിയുന്ന ദൈവമേല് ആ രാത്രി മാറി പകൽ വരാൻ പോകുകയാണ്. ലോക ജീവിതം പകലിന് സമാനമായി അനുഭവിക്കുന്നവന് പകല് മാറി രാത്രി വരുവാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് പറയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, പകൽ ഉള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യേണ്ടതാകും. യെശയ്യാ പ്രവചനം 21-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ
സൈനികൻ വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരാ രാത്രി എന്തായി? ഇതിന് കാവൽക്കാരന്റെ മറുപടി, പ്രഭാതവും പ്രദോഷവും വരുന്നു, അല്ലെങ്കിൽ രാത്രിയും പകലും ഒന്നിച്ചു വരാൻ പോകുന്നു. അതങ്ങനെ മുമ്പേ പറഞ്ഞ പോലാണ്. ദൈവത്തിന് പകൽ വരാൻ പോകുന്നു, രക്ഷിക്കപ്പെടാത്തവന് രാത്രി വരാൻ പോകുന്നു. ശേപ്പനം 60-ാം അധ്യായം നാം ഇങ്ങനെ വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും. എന്നവർക്ക് ശക്തിയോടെ കൈവർത്തി സ്തോത്രം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവമക്കൾ കാത്തിരിക്കുന്ന ആ പ്രഭാതത്തിലേക്ക് നാം കടന്നു പോകാൻ പോകുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നാമും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും കാത്തിരുന്നൊരു ദിവസമുണ്ട്. ചെന്നു പാർക്കാൻ കൊതിച്ചൊരു നാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചെന്നു പാർക്കുവാൻ കൊതിച്ചിരുന്നൊരു പട്ടണമുണ്ട്. ആ നാടിനോട്, ആ വീടിനോട്, ആ രാജ്യത്തോട് നാം വളരെ അടുത്തു കഴിഞ്ഞു. അവർക്ക് ശക്തിയോട് സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രി ഉച്ചവാസോട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ലോകം അതിഭീകരമായ ഒരു രാത്രിയിലേക്ക് മൂക്കുകുത്തുവാൻ പോകുകയാണ്. സ്വാഭാവികമായി ഒരു നല്ല കാലം വന്നു ചേരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നും സൂര്യൻ കിഴക്കുതിക്കുമെന്നും എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമെന്നും നിങ്ങൾ കരുതരുത്. വലിയ ഘോര അന്ധകാരത്തിലേക്ക് ഭൂമി വലിച്ചെറിയപ്പെടുവാൻ പോകുകയാണ്. വലിയ അന്ധകാരം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ വിവക്ഷിക്കുന്ന 12 മണിക്കൂറുള്ള രാവും 12 മണിക്കൂറുള്ള പകലുമല്ല നിങ്ങൾ ഞാനും ഫേസ് ചെയ്യാൻ പോകുന്നത്. മിഥ്യാന്ധകാരം, എവർലാസ്റ്റിംഗ് ഡാർക്ക്നെസ്, എവർലാസ്റ്റിംഗ് ലൈറ്റ്നെസ്. അതായത് അതാണ് ശേപ്പനം എഴുതിയിരിക്കുന്നത്, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മാഞ്ഞു പോകുകയില്ല. ശക്തിയുടെ സ്തോത്രം പറയുവാൻ കഴിയും. ദൈവത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത, ചന്ദ്രൻ മാഞ്ഞു പോകാത്ത, നിനക്കും നിത്യപ്രകാശമാകുന്ന ദിനത്തിലേക്ക് നാം ഓടിക്കയറാൻ പോകുകയാണ്. അപ്പോൾ തന്നെ നരകത്തിന് മറ്റൊരു പേര് ഡാർക്ക്നെസ് പിറ്റ് എന്നാണ്. അന്ധകാരം പൂരിതമായ സ്പർശിക്കത്തക്ക ഇരുളുള്ള നരകത്തിലേക്ക് മറ്റൊരു കൂട്ടർ മാർച്ച് ചെയ്യും. നിങ്ങൾ പകലിനായാണോ ഒരുങ്ങുന്നത്, രാത്രിക്ക് വേണ്ടിയാണോ ഒരുങ്ങുന്നത്? ശ്രദ്ധിക്കുക. വലിയൊരു അന്ധകാരത്തിലേക്ക് ഭൂമി നീക്കപ്പെടാൻ പോകുകയാണ്. രാത്രിയുടെ ഭീകരതയിലേക്ക് നാം വലിച്ചെറിയപ്പെടുവാൻ പോകുകയാണ്. രാത്രിക്കും പകലിനും ഇടയിലുള്ള സന്ധ്യാകാലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദർശനം പ്രാപിച്ചവന് രാത്രിയുടെ വാങ്ങലുകൾ ഇപ്പോഴേ കാണാം. ഞാൻ പറയുന്നത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ രാത്രിയുടെ 10 പ്രത്യേകതകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയുടെ 10 പ്രത്യേകതകൾ. ഈ പ്രത്യേകതകൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ലോകം ഭീകരമായ ഒരു രാത്രിയിലേക്ക് നീങ്ങാൻ പോകുന്നു. എന്തൊക്കെയാണ് രാത്രിയുടെ പ്രത്യേകത? പ്രധാനപ്പെട്ടവ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 104-ാം സങ്കീർത്തനം 20-ാം വാക്യം മുതൽ ഇപ്പോൾ ദൈവദാസൻ വായിക്കും. 104-ാം സങ്കീർത്തനം 20-ാം വാക്യം വായിക്കാം. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ സഞ്ചാരം തുടങ്ങുന്നു. 21-ാം വാക്യം. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. അപ്പോൾ രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്ന വേളയാണ് രാത്രിയുടെ വേള. മൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്ന വേള. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുമെന്നല്ല അതിന്റെ അർത്ഥം. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനുഷ്യൻ മൃഗസമാനനാകും എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകം 49-ാം സങ്കീർത്തനം 20-ാം വാക്യം പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. 12-ാം സങ്കീർത്തനം 7-ാം വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യൻ മൃഗമായി മാറും. മനുഷ്യ മൃഗങ്ങൾ കൂടുതൽ ഉണ്ടാകും. എന്താണ് മൃഗത്തിന്റെ പ്രത്യേകത? മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന അനേക പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം. 1 ധാർമ്മികത, 2 ആത്മീയത, 3 മരണാനന്തര പ്രത്യാശ. എന്താ ധാർമ്മികത എന്ന് പറഞ്ഞാൽ? ധാർമ്മികത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പരിണാമ സിദ്ധാന്ത പ്രകാരം പരിണമിച്ച മനുഷ്യനുണ്ടായതെന്ന് പരിണാമവാദികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ വിശ്വസിക്കുന്നു. എന്നോട് വ്യക്തമായി പറഞ്ഞാൽ ഏറ്റവും അവസാന കണ്ണിയായ കുരങ്ങൻ ചെന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, വർഷം എത്രയോ കടന്നുപോയി, നൂറ്റാണ്ടുകൾ എത്രയോ കടന്നുപോയി. പക്ഷേ നൂറ്റാണ്ട് ഇത്ര കടന്നുപോയിട്ടും മൃഗജാലങ്ങൾക്ക് നഗ്നതാബോധം തോന്നിയിട്ടില്ല.
വസ്ത്രം ധരിക്കുന്ന ചിന്ത മൃഗജാലങ്ങൾക്ക് വന്നിട്ടില്ല. അതായത് കുറെ കുരങ്ങന്മാർ ഒന്നിച്ചു ചേർന്ന പത്തനംതിട്ട ജംഗ്ഷനിൽ ഒരു തുണിക്കട ഇതുവരെ ഓപ്പൺ ചെയ്തില്ല. ചെയ്തോ? ഇടിപ്പ് കണ്ടിട്ട് ചെയ്തെന്നാ തോന്നുന്നു. സ്വതന്ത്രം ഒരു തയ്യൽക്കട തുടങ്ങിയിട്ടില്ല. കാരണം അവർക്ക് അതിനകത്ത് വിശ്വാസമൊന്നുമില്ല. ഇപ്പോഴും നഗ്നത അവർക്ക് പ്രശ്നമല്ല. അപ്പൊ മനുഷ്യൻ മാത്രമേ നഗ്നതാബോധമുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു മൃഗത്തെ സംബന്ധിച്ച് ഒരു ആണിനെ ഒരു പെണ്ണ്, ഒരു പെണ്ണിനെ ഒരാണ്, അതിന് അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. സ്വതന്ത്രം അവരെ സംബന്ധിച്ച് ചിഹ്നം വിടാൻ ആരെങ്കിലും കിട്ടിയാൽ മതി. പ്രായം കൂടിയതൊന്നില്ല, കുറഞ്ഞതൊന്നില്ല. അതോടൊപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വർഷങ്ങൾ ഇത്രയായിട്ടും ഏതെങ്കിലും ഒരു മൃഗം ഒരു അമ്പലം തുടങ്ങിയിട്ടില്ല, ഒരു പള്ളി തുടങ്ങിയിട്ടില്ല, ഒരു മോസ്ക് തുടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ച് ആരാധന തീഷ്ണതയോ ആരാധന ചിന്തയോ അവർക്കില്ല. മരണശേഷം ഏതെങ്കിലും ഒരു മൃഗം കുഴിമാടം വെച്ചിരിക്കുകയോ മുന്നിൽ മേൽക്കുവാണി നടത്തുകയോ 41 അടിയന്തരം നടത്തുകയില്ല. മരണാനന്തര പ്രത്യാശയില്ല. ഇതൊക്കെ മനുഷ്യനാണുള്ളത്. ഒരു മൃഗത്തിന്റെ മനസാക്ഷി കുത്തില്ല. അതായത് ആന കൊണ്ടു നടക്കുന്ന പാപ്പാൻ, തീറ്റ കൊടുക്കുന്ന പാപ്പാൻ മലമിളങ്ങിയാൽ അവൻ ആന പാപ്പാനെ കുത്തിമുളർത്തും. കുത്തിമുളർത്ത മാത്രമല്ല, അവൻ ആ കാലുകൊണ്ട് പാപ്പാന്റെ തലയോട് ചവിട്ടിപ്പൊതിക്കും. ആ തലയോട് ചവിട്ടിപ്പൊതിക്കുക മാത്രമല്ല, പൊടിക്കുക മാത്രമല്ല, തലച്ചോറ് അവൻ ചവിട്ടി അരയ്ക്കും. അത് കഴിഞ്ഞ് മാറുന്നവൻ പനം പെട്ടതിനും അവന് മനസാക്ഷി കൊത്തില്ല. നിങ്ങൾ കാണുന്നില്ലേ ഡിസ്കവറി ചാനലിൽ ഒരു കൂട്ടം കരടി, അല്ലെങ്കിൽ ഒരു കൂട്ടം കടുവ, അല്ലെങ്കിൽ ചെന്നായ, ഒരു ചെറിയ മ്ലാവിനെ, ഒരാടിനെ കിട്ടിയ സകലവും കൂടെ അവന്റെ മണ്ടക്കെച്ച് ചാടി വീണിട്ട് നിമിഷ നേരം കൊണ്ട് എല്ലും മുട്ടവും ശേഷിപ്പിക്കുന്നു എന്ന് മനസാക്ഷിക്കൊത്തില്ല. ഇതൊക്കെ മൃഗലോകത്ത് മാത്രം നടക്കുന്ന കാഴ്ചയല്ല. ഇന്ന് മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുക. നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവർ വായിച്ചില്ലേ, പെണ്ണ് കാണാൻ പോയൊരു പെങ്കച്ച്, ഓമനത്തമുള്ള ഒരു കുഞ്ഞ്, ഒരു പെങ്കച്ച്, അവളെയൊക്കെ പ്രതീക്ഷിച്ച് അടുത്ത പകൽ കല്യാണാലോചനയ്ക്ക് പോകുക. പക്ഷെ ഒരു നരാധമൻ, ഒരു മനുഷ്യ മൃഗം അവരെ ട്രെയിനിൽ ചവിട്ടി താഴെയിട്ടിട്ട് എങ്ങനെ തോന്നും? ആ പെങ്കൊച്ചിനെ തലയൊട്ടി ഇടിച്ച് തലയോട് ചെല്ലിപ്പറിച്ച് അവൻ അവിടെ കൊന്നിട്ടവന്റെ മാംസദാനം തീർത്തു. വായിച്ചില്ലേ? ഗൾഫിൽ നിന്ന് വന്ന ഒരപ്പൻ 13 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ടി ഓടയ്ക്കകത്ത് വലിച്ചെറിയില്ലേ? നിങ്ങൾ വായിക്കുന്നില്ലേ? കേരളത്തിന്റെ വടക്കേ അറ്റത്ത് 28 വയസ്സ് പ്രായമുള്ളൊരു പാവപ്പെട്ട സഹോദരിയെ കൊന്നിട്ട് ഒരുപറ്റം നരാധവന്മാർ മാംസദാനം തീർത്തു. എന്നിട്ട് 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോരുന്നു. ഇത് പത്രത്തിൽ വന്ന വാർത്ത നിങ്ങൾ മറന്നുപോയതാണ്. ഈ 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വിശന്നപ്പോൾ കരഞ്ഞ് ശവമാണെന്നറിയാതെ അമ്മയുടെ മുലപ്പാൽ നുരഞ്ഞു. ഇതൊക്കെ നമ്മൾ നടക്കുന്ന ജീവിക്കുന്ന കാലഘട്ടം നടക്കുന്നതാണ്. അപ്പന്മാരെന്ന് പറയുന്ന മൃഗങ്ങൾ മക്കളോട് കാണിക്കുന്ന നിങ്ങൾ വായിക്കുന്നില്ലേ? 3 വയസ്സും 4 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊന്നും കൊല്ലാതെയും മാംസദാനം തീർക്കുന്ന അധമന്മാരുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ മൃഗമായി കഴിഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശക്കാരോട് വിളിച്ചു പറയുന്നു, പാപം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുത്തു കഴിഞ്ഞു, വശത്വം വർദ്ധിച്ചു കഴിഞ്ഞു, ദൈവരായ വിധി ഇറങ്ങി വരാറായി. ശക്തിയോട് വാതുറന്ന് ഘനമുയർത്തിരുവന്റെ ശ്രമിച്ചാണ്. നിങ്ങൾ ഓർക്കണം, ന്യായവിധി താമസിക്കാൻ കാരണം ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല, ദുഷ്ടതയില്ലാഞ്ഞിട്ടല്ല, വസ്വത്വമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം ബൈബിൾ പറയുന്നു. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടി നീതിമാനെ നശിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. പാപം എത്ര വരികയാലും നോഗ പെട്ടകത്തിൽ കടക്കാതെ ന്യായവിധിയുടെ വെള്ളം പെയ്തിറങ്ങത്തില്ല. മനുഷ്യൻ നിഷ്ഠനാകുന്നു, മൃഗസമാനനാകുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ചിന്തിക്കണം. നമ്മൾ അത്ര റീസെന്റായി വസന്തരിക്കുന്നു. പക്ഷെ പല സ്ഥലങ്ങളിൽ പോകുന്ന ദൈവദാസന്മാരോട് ചോദിക്കുക, മനുഷ്യൻ ഇന്ന് പറന്ന പഴുതി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വിശേഷ പാശ്ചാത്യ ലോകം. അങ്ങനെ കഴിയുന്ന പല സ്ഥലങ്ങളിലുമുണ്ട്. കടലോരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ ഇവിടെയും ഒന്ന് നഗ്നത പ്രകടനം ഭാഷനായി മാറുകയാണ്. വസ്ത്രം ധരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാ മനുഷ്യൻ. മൃഗത്തെക്കാൾ അത് പൊതിച്ചു കഴിഞ്ഞു. ഇവൾ വിളിച്ചു പറഞ്ഞു, കാളയേക്കാൾ കഴുതയേക്കാൾ ഈ തലമുറ അത് പൊതിച്ചു. രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, എവിടെ പാപമുണ്ടോ അവിടെ ദൈവന്യായവിധി ഇറങ്ങി വരും. പാപം പെരുകി കഴിഞ്ഞു, ദൈവന്യായവിധി ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ മൃഗസമാനമായി മനുഷ്യൻ മാറാൻ കാരണം വരാൻ പോകുന്ന ഭരണാധികാരിയുടെ പേര് മൃഗമെന്ന.
മനസ്സിലായോ? മൃഗത്തിന്റെ വാഴ്ചയ്ക്കായി ജനം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് തന്നെ മൃഗമെന്നാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിദാസൻ വായിച്ച വാക്യം നിങ്ങൾ കേട്ടല്ലോ. മൃഗങ്ങൾ സഞ്ചാരം തുടങ്ങി കഴിഞ്ഞു. പക്ഷെ ഇവരുടെ സഞ്ചാരത്തെ നിർത്തുവാൻ ഇവിടുത്തെ ലോക നേതാക്കന്മാരെ കൊണ്ട് കഴിയില്ല. ഇവിടെ സഞ്ചാരം എപ്പോൾ നിൽക്കുമെന്ന് ഇവിടെ വായിച്ചു കേട്ടു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങും. നീതി സൂര്യനായ ഞങ്ങളുടെ കർത്താവ് ഉദിക്കാതെ ഇവരുടെ സ്വഭാവം മാറിയില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഡിസ്കവറി ചാനൽ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 10, 11, 12, 17, 18 വയസ്സ് കുഞ്ഞുങ്ങളെ മണ്ടയ്ക്ക് നരാധമന്മാർ, മനുഷ്യമൃഗങ്ങൾ 10, 20 ചാടി വീണവരെ നശിപ്പിക്കുന്നു. ഇത് ലോകവ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. മൃഗങ്ങൾ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു. രാത്രിയുടെ മറ്റൊരു പ്രത്യേകത 91 സങ്കീർത്തനം 5 വാക്യം. 91 സങ്കീർത്തനം 5 വാക്യം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് രാത്രിയെ കുറിച്ച് ബൈബിൾ പറയുന്നു. രാത്രിയിൽ ഭയം, 2 രാത്രിയിൽ മഹാമാരി. രാത്രിയിൽ മനുഷ്യന് ഭയം വർദ്ധിക്കും. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, വേദപുസ്തകം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയം കൂടുന്നു, മനുഷ്യൻ ഭയവികലനാണെന്ന്. ലോകം മുഴുവൻ ഭയാശങ്കകളോടെയാണ് നിൽക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, പക്ഷെ അതിലെ യാത്ര ചെയ്യുന്ന അവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ ഇരിക്കുന്ന സീറ്റിൽ വരെ ആളിനെ കൊണ്ട് കയറ്റി വിടാമായിരുന്നു. ഇരിക്കുന്ന സീറ്റിൽ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കൊണ്ട് ആ സീറ്റിൽ ഇരുത്തി കൈവീശി വരാവുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് അവർ 7 അയലത്ത് അടുപ്പിക്കത്തില്ല. അത് മാത്രമല്ല, ഒരു 5 രൂപയുടെ വലിപ്പമുള്ള ബിക്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന പെട്ടി കൊണ്ടുപോകാൻ, അതിനകത്തുനിന്ന് വാങ്ങാം. ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. വലിയ ശക്തികളാണ് ലോകത്തിലെ. പക്ഷെ അവർക്ക് ബിക്സിനെ വരെ പേടിയായി. ലോകം മുഴുവൻ ഭയത്തിലാണ്. ഭയത്തിൽ ലോകം മുഴുവനല്ല ഭയപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചേ, 5 മണിക്ക് സ്കൂളിൽ നിന്ന് വരേണ്ട പെൺകുഞ്ഞ് 5 മിനിറ്റ് താമസിച്ചാൽ അവിടെ ഉള്ളിൽ അല്ലയോ? എന്തിനാ പെൺകുഞ്ഞുങ്ങളുടെ കാര്യം? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭർത്താവ്, ഭാര്യ, മക്കൾ, അവരെ 10 മിനിറ്റ് താമസിച്ചാൽ നിങ്ങൾക്ക് ഭയമില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഉണ്ട്. എന്താ കാര്യം ഇത്രയേ ഉള്ളൂ. അവരെവിടെ ഒളിച്ചോടി പോകുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ അവിടെയും ഡെഡ് ബോഡിയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമായി നീ കേൾക്കണം. നീ ഉറങ്ങേണ്ട സമയമല്ലത്. ആയിക്കോട്ടെ, വിട്ട് ഉറങ്ങേണ്ട സമയമല്ലത്. ശക്തിയുടെ കര ഉയർത്തി അല്ലേ? രാവിലെ ഉടുത്തൊരുങ്ങിപ്പോയ അനേകം പ്രിയപ്പെട്ടവരുടെ ചേതനയത്ര ശരീരമല്ലേ വരുന്നത്? അല്ലേ? സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ അമ്മമാര് മുത്തം കൊടുത്ത് വിട്ടു, മുത്തനോട് പോക്കിയിട്ട്, പക്ഷെ തിരിച്ചു വന്ന ഡെഡ് ബോഡിയാ. അല്ലേ? ഉല്ലാസയാത്രക്കിറങ്ങിയ ചെറുപ്പക്കാർ തിരിച്ചു വരുന്ന ഡെഡ് ബോഡിയാ. നിങ്ങൾ വായിക്കുന്നില്ലേ? വേദപുസ്തകത്തിലെ അനേക പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. തിരിച്ചു വരുന്ന ഡെഡ് ബോഡികളാണ്. ഇന്ന് വളരെ സങ്കടം തോന്നി. നമ്മൾ ആ വായിക്കുമ്പോൾ ആ രംഗം കാണണം. റെയിൽവേ ട്രാക്കിൽ ഒരു കൊച്ചൻ ട്രെയിൻ ഇടിച്ച് കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരൻ ചെന്നു ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ചെന്ന് നോക്കിയപ്പോൾ അയാളുടെ പോരാ. ചിന്തിച്ച് വീട്ടിൽ നടങ്ങുന്ന നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ പ്രിയപ്പെട്ടവൾ, നിന്റെ കുഞ്ഞ് സൗഖ്യത്തോടെ മടങ്ങി വരുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ്. അങ്ങനത്തെ കാലമാണ്. ഞാൻ അപ്പുറത്തേക്ക് പ്രസംഗിച്ച് പറഞ്ഞു, എഗസ്കേൽ 7:25 അതിന്റെ പ്രവൃത്തി നിവൃത്തിയാണിത്. വായിച്ചാട്ട് എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിൾ പറഞ്ഞു നാശം വരുന്നു. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. എഗസ്കേൽ നാശം വരുന്നു. വായിക്കാം. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതെയിരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. 2700 വർഷം മുമ്പ് ബൈബിൾ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ശ്രുതിമേൽ ശ്രുതി എന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ നാശം വരുന്നു, അപകടത്തിന്മേൽ അപകടം എന്നത് ഇംഗ്ലീഷിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ. ചില ബൈബിളിൽ ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതി. ശ്രുതിമേൽ ശ്രുതി എന്നത് ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. ഒരു അപകടാർത്ഥ വാർത്ത കേട്ടതിന് പുറകാലെ അടുത്ത വാർത്ത നീ കേൾക്കും. ശ്രദ്ധിച്ചു കേൾക്കണേ. വാഹനമ്പരി കൊണ്ടല്ല, വീതിയിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും പറ്റിക്കൊണ്ടുപോകുവാൻ റോഡുകളിൽ മരണം പതിയിരിക്കുകയാണ്. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. എന്നാൽ കരയുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം വിടുവിക്കും. കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ തമാശ എടുക്കരുത്.
ശേഷം സഹോദരിമാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ, അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചോളണം. അവരായിരിക്കുന്നിടത്ത് രക്തം അവർക്ക് അടയാളമായിരിക്കും. ശക്തിയോട് കൈവർത്തി സ്തോത്രം. വളരെ മനസ്സിലാക്കണം. ഇത് വേദപുസ്തകം ഞാൻ കുറിച്ചു തരാത്ത വാക്യമാണ്. സോറി, പരിശുദ്ധാത്മാ പറയുന്നതുകൊണ്ട് യിരെമ്യാ പ്രവചനം ഇത് ഇത്ര കൃത്യമാണ്. നിങ്ങൾ നോക്കി യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 20-29 എന്ന വാക്യങ്ങൾ വായിച്ചു. 9-ാം അധ്യായം 20-21 വാക്യങ്ങൾ എത്ര കൃത്യമായി ഇവിടെ എഴുതിയിരിക്കുന്നു ശ്രദ്ധിച്ച. ഈ കാലത്തേക്കുള്ള പ്രവചനമാണ്. വായിക്കാം 20-21 വാക്യങ്ങൾ. എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ. നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തർ താന്താന്റെ കൂട്ടുകാരത്തെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ. വിശാല സ്ഥലത്തുനിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലിൽ കൂടി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് അല്പകാലം മോനും ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. വളരെ അനുഗ്രഹമായ ഒരു ദൈവദാസനിയുടെ പേഴ്സണൽ ടോക്കിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ആക്സിഡന്റ്? അതിന് ഇത്രയുള്ള മറുപടി. ഇങ്ങനെ നോക്കിയാട്ട്, രക്ഷിക്കപ്പെടാത്തവൻ ഒരു ദിവസം മുമ്പ് മരിച്ചു കിട്ടിയാൽ സാത്താന് സന്തോഷമാണ്. മനസ്സിലായെങ്കിൽ സ്വന്തം പറയും. കാരണം ഒരു ദിവസം മുമ്പ് അവനെ കിട്ടിയാൽ അവൻ നരകത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞു, ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. തന്റെ ഭക്തന്മാരുടെ മരണമേ യഹോവയ്ക്ക് വിലയേറിയതാണ്. കരം ഉയർത്തി ആദ്യ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. അതുകൊണ്ട് അനേകരെ സാത്താൻ തകർത്തുകൊണ്ടിരിക്കുക. നീ വളരെ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത്. ഞാൻ പറഞ്ഞ സാധനം, ഭയം മനുഷ്യനെ ഗ്രസിക്കുന്നു. ഭയം മനുഷ്യനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. ഭയം ഗ്രസിക്കുന്നു. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, നമ്മുടെ സമയം കുറവാണല്ലോ, എഴുതിയിരിക്കുന്നത്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് ഭയപ്പെടുവാനില്ല. അപ്പൊ രാത്രിയിൽ മഹാമാരിയുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, രാത്രിയുടെ പ്രത്യേകത, മഹാമാരി രാത്രിയിൽ സഞ്ചരിക്കുന്നു. അതായത് വേദശാസ്ത്രികളും മറ്റുള്ളവരും അഭിപ്രായപ്പെടുന്നത്, രാത്രിയിലാണ് ബാക്ടീരിയകൾ, വൈറസുകൾ, രോഗാണുക്കൾ, സൂക്ഷ്മാണു ജീവികളൊക്കെ സഞ്ചരിക്കുന്നത്. രാത്രിയിലാണ് ഇവ ധാരാളമായി വരുന്നത്. പകർച്ചവ്യാധികളൊക്കെ പറന്നു പിടിക്കുന്ന രാത്രിയിലാണ്. കാരണമുണ്ട്, പകൽ കത്തിയൊലിക്കുന്ന സൂര്യപ്രകാശത്താൽ ഇവയൊക്കെ ചത്തുപോകുന്നു, അല്ലെങ്കിൽ ഇവയുടെ വീര്യം കെട്ടുപോകുന്നു. എന്നാൽ രാത്രിയിൽ അവയ്ക്ക് നിർബാധം സഞ്ചരിക്കുവാൻ കഴിയും. ഇതിന്റെ ആത്മീയാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. രാത്രി സൂക്ഷ്മാണു ജീവികളുടെ, രോഗാണുക്കളുടെ, മഹാമാരികളുടെ സഞ്ചാരം തുടങ്ങും. അവയുടെ വാതകൾ തുടങ്ങി കഴിഞ്ഞു. അതായത് മരുന്ന് കണ്ടെത്താത്ത അനേക അസുഖങ്ങൾ ഇപ്പോൾ മനുഷ്യരുടെ വ്യാപിച്ചു കഴിഞ്ഞു. ഇനി മരുന്നുണ്ടെങ്കിൽ തന്നെ എന്നാത്തിനാ ഉള്ളത്? അതുകൂടെ മനസ്സിലാക്കിക്കൊള്ളണം. മൂക്കേ പനിക്കൊക്കെ ഉള്ളു പനി, കാര്യമായ അസുഖമൊന്നും വന്നാൽ മരുന്നൊന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, അനേക മെഡിക്കൽ കോളേജുകളിൽ, വലിയ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ചെറുപ്പക്കാരെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും പലരുടെ നിർബന്ധത്താൽ നിങ്ങൾ പോകാറുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയിലെ പേര് കേട്ട ഡോക്ടർമാർ കണ്ണുനീരൊപ്പിക്കൊണ്ട് മടങ്ങി വരുന്നത് നിങ്ങളുടെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവർ ദൈവത്തോട് നിലവിളിക്കുന്നു, ഡോക്ടർമാരുടെ കാല് പിടിക്കുന്നു, ഒന്ന് ആയുസ് ദീർഘമാക്കി താ എന്ന് പറയുന്നു. ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം, ജീവന്റെ ഉടമസ്ഥൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നിന്റെ മണത്തിനും നിന്റെ സ്വാധീനത്തിനും നിന്റെ വെളിപാടിലും വൈദ്യശാസ്ത്രത്തിനും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. ഈ രാത്രി വരെ നീ ബലത്തോടിരിക്കുന്നത് തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. സത്യമല്ലേ? തമ്പുരാൻ ജീവനെ ചോദിച്ചാൽ ആർക്കൂടെ പിടിച്ചു നിർത്താൻ കഴിയും? മാരകങ്ങളായ അനേക രോഗങ്ങൾ മനുഷ്യനെ ഗ്രസിക്കുക. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ വായിക്കുന്ന എന്നാ, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് താഴേക്ക് വീഴുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മുമ്പ് ആള് പോകുകയാണ്. വളരെ സുന്ദരന്മാരായ സുന്ദരികളായ ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പിന്നെ കേൾക്കുന്നത് അവർക്ക് ലുക്കീമിയാണെന്നൊക്കെയാണ്. എത്രയോ മാരക രോഗങ്ങൾ. ഞാൻ അടുത്ത സമയത്ത് ഒരു ചെറിയ വിസിറ്റ് ഒരു രാജ്യത്ത് സഞ്ചരിക്കുകയുണ്ടായി. കുറച്ചു നാൾ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയതാണ്. അവസാനം 28ഓളം ആളുകൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രയർ ഫോണിലൂടെ ആവശ്യപ്പെട്ടു. 13 ക്യാൻസർ പേഷ്യൻസ്, 13 നഴ്സുമാർ, അതിന് 8 പേരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കുട്ടനാട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാസ് പറഞ്ഞു, കുട്ടനാട് ഏരിയയിൽ 18 ഡെഡ് ബോഡി തിരുവല്ലായി ചെല്ലും മോർച്ചറിയിൽ, അതിൽ 13 ക്യാൻസർ നിമിത്തമാണെന്ന്. ഇന്ന് രാത്രി നീ ഓർത്തോടെ, ഒരു ദിവസമെങ്കിലും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കണം. ഈ രാത്രി വരെ സുഖത്തോടിരിപ്പാൻ, ബലത്തോടിരിപ്പാൻ തമ്പുരാൻ കരുണ ചെയ്തോർത്ത കൈ ഉയർത്തി വാതുവെന്ന് ശക്തിയോട് ദൈവത്തെ ശ്രമിച്ചാണ്.
മനസ്സിലാക്കേണ്ടതാണ്, എത്ര പണം ഉണ്ടെങ്കിലും സാധ്യത ഉണ്ടെങ്കിലും തമ്പുരാൻ ജീവനെ ചോദിച്ചാൽ ആർക്കും നിർത്താൻ കഴിയില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് 5 ഫിലിം സ്റ്റാർസ്, സിനിമാ നടന്മാർ, നടിമാർ ഇവിടുന്ന് പോയി, കേരളത്തിൽ പോയെന്ന് പറഞ്ഞാൽ മരണം വഴിയായി പോയി. ഞാൻ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ ചിന്തിക്കണം, അവർക്ക് ഡോക്ടർമാരില്ലാഞ്ഞിട്ടല്ല, സ്വാധീനമില്ലാഞ്ഞിട്ടല്ല, ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അവർ പറഞ്ഞാൽ ഇടപെടും. ലോകത്ത് ഇവിടെ കൊണ്ട് ചികിത്സിക്കാനും പണമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പണമുണ്ട്, സ്വാധീനതയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ തമ്പുരാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, തമ്പുരാൻ ജീവിതത്തിന് അറിഞ്ഞു നിശ്ചയിച്ചാൽ ആർക്കും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. മരണത്തിൽ നിനക്ക് നീക്കുപോകുന്നതിനാൽ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രിയുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ശക്തിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാത്രിയുടെ പ്രത്യേകത സൂക്ഷ്മമാണ് ജീവികൾ. ഞാൻ പറഞ്ഞ മഹാവ്യാധികൾ പടർന്നു പിടിക്കും, ലോകം മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നവരെ ഹഗ് ചെയ്ത് ചുംബനം ചെയ്തൊക്കെ സ്വീകരിച്ചെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ എല്ലാ എയർപോർട്ടിലും പറഞ്ഞു കഴിഞ്ഞു, ചുംബിക്കാനൊന്നും നിൽക്കേണ്ട, കൈ കൊടുക്കാൻ പോലും നിൽക്കേണ്ട, അതെ നമസ്തേ പറഞ്ഞ് സ്വീകരിച്ചോണം. കാരണം കരങ്ങളിലൂടെ പോലും പല രോഗാണുക്കളും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാത്രിയുടെ ആരംഭം ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂർധന്യത എന്തായിരിക്കും? ഒരു നല്ല കാലം നീ പ്രതീക്ഷിക്കേണ്ട, ലോകം അന്ധകാരം കൊണ്ട് മൂടപ്പെടുവാൻ പോവുകയാണ്. രാത്രിയുടെ മറ്റൊരു പ്രത്യേകത 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രാത്രിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കരച്ചിൽ. കരച്ചിൽ വർദ്ധിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. രാത്രിയിൽ കരച്ചിൽ വർദ്ധിക്കും. ആ കരച്ചിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ കരച്ചിൽ, കണ്ണുനീര് വർദ്ധിക്കുന്നു. 3 വിധത്തിലുള്ള കണ്ണുനീരുകൾ ലോകത്തിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, പീഡന നിമിത്തമുള്ള കണ്ണുനീർ, പീഡന നിമിത്തമുള്ള കണ്ണുനീർ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇത്രയും സന്തോഷത്തോടൊക്കെ ഇങ്ങനെ സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, ഉയർന്നു നിൽക്കുന്ന പല കെട്ടിടങ്ങളുടെയും ഉള്ളറകളിൽ തേങ്ങലുകൾ ഉയരുകയാണ്. തേങ്ങലുകൾ 2 നില കെട്ടിടവും മാരുതിക്കാരും AC റൂമും മാർബിൾ തറയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ വീടിന്റെ ഉള്ളറകളിൽ വിശേഷിച്ച് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ കണ്ണുനീരിലാണ്, പീഡനത്തിലാണ്. മദ്യപാന നിമിത്തമുള്ള പീഡനം. ഇപ്പോൾ ഇന്റർനെറ്റ്, ഇമെയിലും ഒക്കെ വന്നുകൊണ്ട് ലോകത്തിന് അനേക സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അതിൽ നല്ല പങ്ക് സഹോദരിമാർ വേദന കടിച്ചമർത്തുന്നവരാണ്. തീരുമെന്ന് പറയാം. 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ മാസ ശമ്പളം വാങ്ങുന്ന വലിയ ഗൾഫ് അമേരിക്കൻ രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടില് ഒക്കെ, ഇറ്റലിയിൽ നിന്നൊക്കെ പലയിടത്തു നിന്ന് പോയി മെയിലുകൾ വരാറുണ്ട്. എല്ലാം ഉണ്ട്, വലിയ ശമ്പളമുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. നിങ്ങൾ കാണുന്ന ഉയർന്നു നിൽക്കുന്ന പല വീടുകളും അഭിനയ ജീവിതമാണ്. ഓർത്തുകൊള്ളണം. കാണുമ്പോൾ ഒരു കാറിൽ അവർ യാത്ര ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളറകളിൽ സ്വസ്ഥതയില്ല. അതിന് തെളിവാണ് അവർ ഒന്നിച്ച് നാട് വിട്ടെന്നുള്ള വാർത്ത, അല്ലെ ഒന്നിച്ച് വിഷം കൊടുത്തു, മക്കളെയും കൊണ്ട് അവരും ചത്തു എന്ന വാർത്ത. അപ്പോഴാ നമ്മൾ അറിയുന്നു ഇത്രയും പ്രശ്നത്തിലായിരുന്നു അവർ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2 നിലക്കെട്ടവും മാരുതിക്കാരും AC റൂമും മാർബിൾ തറയൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും സ്വസ്ഥതയില്ലെന്ന് ഓർത്തോണം. ഇന്ന് ഞങ്ങൾ അനുഭവസ്ഥരാണ്. നിങ്ങളും ചിലപ്പോൾ അനവസ്ഥരാ. ഇന്ന് രാത്രി ഞാൻ ആയിരങ്ങളോട് വിളിച്ചു പറഞ്ഞു പറയട്ടെ, നിനക്ക് 2 നില കെട്ടിടമില്ലെങ്കിലും, നിനക്ക് AC റൂമില്ലെങ്കിലും, നിനക്ക് മാരുതിക്കാറില്ലെങ്കിലും, നിനക്ക് മാർബിൾ തറയില്ലെങ്കിലും, നിനക്ക് ജറ്റക്കുടിലാണെങ്കിലും, നിന്റെ ജറ്റക്കുടിലിൽ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധ എന്നർത്ഥം. എത്രവർക്ക് കരങ്ങളടിച്ച വാതുവന്ന ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവ സാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചട്ടക്കുടിലാണ് ശ്രദ്ധ. അതുകൊണ്ട് ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവമില്ലാത്തിടത്ത് എന്താ ഉണ്ടെങ്കിലും കാര്യമില്ല, ദൈവം ഉള്ളിടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധയാണ്. ആ വേദപുസ്തകം പറഞ്ഞു, കലകത്തോടുകൂടെ ഒരു വീട് നിറയെ ശാഖമോചനത്തെക്കാൾ സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലതാ. നിനക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒന്നും ഇല്ലെങ്കിലും, ഒരു കഷ്ണം കപ്പയോ ഉണ്ടെങ്കിലും മക്കളോടൊപ്പം ഇരുന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് കടന്നുറങ്ങാൻ കഴിയുന്നോ? അതത്ര ഭാഗ്യമാ. ഇല്ലാത്തതിനെ ഓർത്ത് നീ കരയരുത്. ദൈവം നിനക്ക് നൽകിയ നന്മകളെ ഓർത്ത്, സമാധാനത്തെ ഓർത്ത്, സ്വസ്ഥതയെ ഓർത്ത് കൈവച്ച് ദൈവത്തെ സ്തുതിക്കുക. എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് സ്വസ്ഥതയില്ല, കണ്ണുനീർ വീഴുന്നു. 3 വിധത്തിലുള്ള കണ്ണുനീരിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2ാമത്തെ കണ്ണുനീർ മുമ്പേ ഞാൻ പറഞ്ഞതാണ്, മുറവിളി. ഏത് വീട്ടിൽ നിന്ന് മുമ്പ് ഉറപ്പിച്ചു ഉയരുമെന്ന് അറിയത്തില്ല, മരണത്തിന്റെ നിലവിളി. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ആളുകൾ മരിക്കുന്ന വീട്ടിൽ കിടന്നായിരുന്നു, ഇപ്പോൾ ആളുകൾ കൂടുതലും മരിക്കുന്ന ഹോസ്പിറ്റലിൽ കിടന്ന. അതുകൊണ്ട് ആ കരച്ചിലിന്റെ നിലവിളി, ആ പ്രാണം പോകുമ്പോഴുള്ള നിലവിളി ഇപ്പൊ വീടുകളിൽ കേൾക്കാനില്ലെങ്കിലും മരണത്തിന്റെ നിലവിളി പലതും ഉയർന്നുകൊണ്ടിരിക്കുക, പല വീടുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുക. ഈ നിലവിളി പൂർണ്ണമായി തീരുന്നത് യേശു കർത്താവ് വരുമ്പോൾ മാത്രമാണ്.
ഇസ്രായേൽ മക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മിസ്രയീമിൽ നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പുറപ്പാട് ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫറവോന്റെ ആദിയാദം, സിംഹാസനത്തിലെ ഫറവോന്റെ ആദിയാദം മുതൽ ഹല്ലേലൂയ കുണ്ടറയിൽ കിടന്നവന്റെ ആദിയാദം വരെ കൊല്ലപ്പെട്ടു. അവർ കരയുവാൻ തുടങ്ങി. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, അന്ന് രാത്രി ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് മാർച്ച് ചെയ്യുവാൻ ആരംഭിച്ചു. ലോകത്തിന്റെ മുറവിളി വർദ്ധിക്കാൻ പോകുകയാണ്, നിലവിളി വർദ്ധിക്കാൻ പോകുകയാണ്. ദൈവസഭ തന്റെ നിത്യനാട്ടിലേക്ക് യാത്ര ആരംഭിക്കാൻ പോകുകയാണ്. പോരാ 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 പോരാ, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. രാത്രിയുടെ മറ്റൊരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, സ്തോത്രം, വിശുദ്ധ പൗലോസ് പറഞ്ഞ മറ്റൊരു വാക്യം, സ്തോത്രം, തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. രാത്രിയുടെ രണ്ട് പ്രത്യേകതയാണ്: ഉറക്കം, രണ്ട് മദ്യപാനം കൂടുന്നു. ഉറക്കം കൂടുന്നു, മദ്യം. ഉറങ്ങുന്നത് തെറ്റാണെന്ന് ദിവസം പറയുന്നില്ല. ഉറങ്ങണം, രാത്രിയിലാണ് ഉറങ്ങേണ്ടതും. ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങുന്നത് തെറ്റില്ല. പക്ഷേ ഇത് ആത്മീയ മണ്ഡലത്തെ കാണിക്കുന്നതാണ്. ആത്മീയ മണ്ഡലം ഇപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? എപ്പോഴും ഉറക്കത്തിലാണ്, എപ്പോഴും ഉറക്കത്തിലാണ്. സത്യം. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ. ഇപ്പൊ ദൈവസഭ ഇപ്പൊ എവിടെ കിടന്നുറങ്ങുക? മരിച്ചവരുടെ ഇടയിൽ. ബോധമുള്ളവർ സെമിത്തേരി കിടന്നുറങ്ങാൻ പോകും. സ്വതന്ത്രം. ചില ആളുകൾക്ക് ഉറക്കം കയറി കഴിഞ്ഞാൽ അവരെ എടുത്തുകൊണ്ട് പോയാലും അവർ അറിയത്തില്ല. അതാണ് സമയം 8:30 ആയതുകൊണ്ട് ഇവിടെ വന്ന് ചിലതൊക്കെ ഇങ്ങനെ ഉറക്കം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറയാറുണ്ട്, കൺവെൻഷന്റെ കസേര കണ്ടാൽ ചിലർക്ക് ഉറക്കമാണ്. സ്വതന്ത്രം. പണ്ടൊരു സ്ഥലത്ത് യോഗം നടക്കുകയാണ്. 21 പേരേ ഉള്ളൂ, 12 പേരേ ഉള്ളൂ. നമ്പരടിച്ചു, ഭയങ്കര ആരാധന. അവർ പോലീസിൽ അറിയിച്ചു, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വയ്യാൻ. SI പറഞ്ഞു അന്വേഷിക്കട്ടെ. SIയും കൂട്ടരും അന്വേഷിക്കാൻ വന്നപ്പോൾ സംഗതി സത്യവാ, 12 പേരേ ഉള്ളൂ. തമ്പേറടിച്ചു, ഭയങ്കര ആരാധന. പക്ഷെ അതിനിടയിരുന്ന് 2 പേർ ഉറങ്ങാം. സൈകാരോട് പറഞ്ഞെന്നാ പറഞ്ഞത്, പോയി പണി നോക്ക്, നിങ്ങൾക്കല്ലേ ഉറങ്ങാൻ വയ്യാത്ത, എങ്ങോട്ട് ചെല്ലേ. അതിനിടയിൽ ഇത് 2 പേർ ഉറങ്ങുന്നുണ്ട്. 5000 വാട്സ് വെച്ചടിച്ചാലും അതിനിടയിൽ ഇത് ബന്ധക്കോസാൻ ഉറങ്ങും. സ്വതന്ത്രം. അതാ ഇവിടെ ഉണ്ട് സമാധാനം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് സ്വതന്ത്രം. ഞാൻ കഴിഞ്ഞ തവണ ഞങ്ങളുടെ റീജിയൻ കൗൺസിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം നമുക്ക് ഈ മോണിറ്റർ വെച്ചിട്ടുണ്ട്, മുഴുവൻ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങളെല്ലാം കിട്ടും. സ്വതന്ത്രം. അദ്ദേഹം പറഞ്ഞത്, കുമ്പനാട് കൺവെൻഷന് ശക്തിയോടെ നിന്നിങ്ങനെ തീപ്പൊരി പ്രസംഗങ്ങൾ ദൈവദാസന്മാർ നടത്തുമ്പോൾ സ്റ്റേജിൽ ഒരു 10 പേര് ഉറങ്ങായിരിക്കും. അപ്പൊ അങ്ങനത്തെ സ്ഥിതി അവർ വന്നിരിക്കുകയാണ്. ഉറങ്ങുന്ന അവരെ എടുത്തോണ്ട് പോലും അറിയില്ല, എന്നാ നടക്കുന്നവരറിയുന്നില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലൊരു സ്ഥലത്തൊരു ബസ് ചേസ് ചെയ്ത് പിടിച്ചു. അതായത് കാശടക്കാതെ വന്നപ്പോൾ ഗുണ്ടാകളെ ഏൽപ്പിച്ച് ഒരു ബസ് അടിച്ചുകൊണ്ട് പോയി. 30 കിലോമീറ്റർ അകലെ വരെ ബസ് പോയി. ശ്രദ്ധിച്ചു കേൾക്കണം. പോലീസുകാരുടെ പുറകിൽ വിട്ട് ഒരിടത്ത് വെച്ച് ബസ് പറഞ്ഞു. ബസ് തട്ടിക്കൊണ്ട് പോയവരെ ഓടിച്ചവരെ എല്ലാം പിടിച്ചിട്ട് അവർ നോക്കുമ്പോൾ ബസ്സിനകത്തൊരു 6-7 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഈ സംഭവം ഒന്നും അവരറിഞ്ഞില്ല. കുറച്ച് പാട്ടിക്കാരാ. അപ്പാര് തന്നെയൊക്കെ അടിച്ചിട്ട് കിടന്ന് സുഖമായി ഉറങ്ങാം. ബസ് പിടിച്ചത് പറഞ്ഞില്ല, ചേസ് ചെയ്ത് പറഞ്ഞില്ല, പോലീസ് വന്നു. ബന്ധക്കോസുകാരൻ്റെ അവസ്ഥ ഇതാ. ലോകത്തെന്തെല്ലാം നടക്കുന്നു. യോനെ പോലെ കിടന്നുറങ്ങുക. എന്നാ നടന്നാൽ നമുക്ക് വിസ്മയമായതും ഭയങ്കരമായതും ദേശത്ത് നടക്കുമ്പോൾ ദൈവസഭ ഉറങ്ങേണ്ടവനല്ല, കാലത്തെ വിവേചിക്കേണ്ട നീവ്, വരുവാൻ പോകുന്ന ന്യായവിധി വാള് വരുന്നു എന്ന് വിളിച്ചു പറയേണ്ട നീവ് ഉറങ്ങേണ്ടവനല്ല. കൂടപാലക സന്തന കരമടിച്ചു ദൈവത്തെ സ്മരിച്ചോട് ഉറങ്ങുന്നവൻ ഇന്ന് രാത്രി മരിച്ചു എഴുന്നേൽക്കട്ടെ. നീ ഉറങ്ങേണ്ട കാലമല്ലത്. നീ വരാൻ പോകുന്ന ന്യായം വിളിച്ചു പറയേണ്ടവനാണ്. ഞാനത് പ്രസംഗിക്കാനും നിൽക്കുന്നത്. അവിടെ മറ്റൊരു പദം കാണാം, കാലത്തെ വിധിക്കണമല്ലോ. 2 പദം അവിടെ ദൈവദാസൻ വായിച്ചു കേൾപ്പിച്ചു. 1, ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു. 2, മദ്യപിക്കുന്നവൻ. അപ്പൊ മദ്യപാനം കൂടും രാത്രിയിൽ. ഒന്ന് പറഞ്ഞാട്ടെ, കുടി വർദ്ധിക്കും, മദ്യപാനം കൂടും. ഇവ രാത്രിയൊന്നും പകലൊന്നും ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചിലർക്ക് 24 മണിക്കൂറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വേണം. എന്നാൽ രാത്രിയിൽ മദ്യപാനം കൂടും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കൂടിയിരിക്കുകയല്ലേ, കുടി വർദ്ധിച്ചിരിക്കുകയല്ലേ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഈസ്റ്ററിൽ കേരളം കുടിച്ചു പറ്റിച്ചത് ഒറ്റ ദിവസം കൊണ്ട് 100 കോടിയുടെ മദ്യം. 100 കോടി. ആ ഒരാഴ്ച, ആ ഈസ്റ്റർ, 31st, ന്യൂ ഇയർ എല്ലാം കൂടെ 550 കോടി ബിവറേജ് കോർപ്പറേഷന് മാത്രം കുടിച്ചു നിർത്തതാണ്. 550 കോടി. ജീവനം പറയല്ല, കൂടുക.
പണ്ടൊക്കെ നമ്മുടെ കൊച്ചിനാണ് ദേവദാസന്മാരുടെ എന്നെ പോലെ കുഞ്ഞു കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത്, കുടിക്കാൻ ഷാപ്പിൽ കയറുന്നവരൊക്കെ തലേ തുണി ഇട്ടുകൊണ്ടൊക്കെ കയറുമെന്ന് കേട്ടിട്ടുണ്ട്, ബാക്കിലൂടെ ഒക്കെ ആരും കാണാതെ. പക്ഷെ ഇപ്പം നമ്മുടെ ജംഗ്ഷനിലൊക്കെ നോക്കി കാണിച്ചേരിൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തോട് ഇതുണ്ട്, എല്ലാം ഞങ്ങൾ ഈ ടൗണിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം 1-ാം തീയതി ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ കുടിയന്മാരിങ്ങനെ ക്യൂ നിൽക്കുക, വൈറ്റ് അച്ചടക്കത്തോടെ വൈറ്റ് വേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ നിൽക്കുന്നവരാണ് നിൽക്കുന്നത്. എളുപ്പമില്ല. വേദപുസ്തകം എടുത്തുകൊണ്ട് യുവശേഷ യോഗത്തിന് വരുന്ന ആക്ഷേപമാണ്. കുടുംബത്തിന് ചേർന്ന് നല്ലത് അല്ലേ? പേവലത്തിന് ജംഗ്ഷനിൽ എല്ലാരും കാണേ നിന്റെ മോൻ ക്യൂ നിൽക്കുന്നു, അത് നാണം കേടല്ലേ? കുടി വർദ്ധിച്ചിരിക്കുക. വേദപുസ്തകം പറഞ്ഞു പാസ വാക്യം വായിച്ചേ, കുടി വർദ്ധിച്ചു. ആ വാക്യം വായിച്ചിട്ട് വിളിക്കാം. സ്വത്രം സദൃശവാക്യം 31-ന്റെ 6-7 വാക്യം. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും നശിക്കുമാറായ മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കുക. അത് ലൈസൻസ് തരിക അല്ല എന്റെ അർത്ഥം. നശിക്കുമാറായവന് വീഞ്ഞ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ കുടി വർദ്ധിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഇത് മുടിയാൻ പോകുക, നശിക്കാൻ പോകുക, നശിക്കാൻ പോകുക. എന്താ ടി വി കാണിക്കുന്നത്? എന്താ സിനിമയിൽ കാണിക്കുന്നത്? എന്താ സീരിയലിൽ കാണിക്കുന്നത്? മനോവസനം കൂടി, നിരാശ വർദ്ധിച്ചു, കടഭാരമേറി, ഇഷ്ടപ്പെട്ട പെണ്ണോ ചെറുക്കനോ ഇട്ടേച്ചു പോയി, അല്ലെങ്കിൽ ആ ചേട്ടന് വഴിയോട് വടക്കായി. എന്നാ കാണിക്കുന്നത്? കുപ്പി ഒട്ടിക്കുന്നു, ഒഴിക്കുന്നു, അല്ല സിഗരറ്റ്. ഇത് മുഴുവൻ നിന്നെ പഠിപ്പിക്കുന്നു. നിരാശ വന്നാൽ, ഭാരം വന്നാൽ കുപ്പി പൊട്ടിച്ചോണം, കുടിച്ചോണം. എന്നാൽ വേദപുസ്തകം നിന്നെ പഠിപ്പിക്കുന്നത് ക്ലേശം വരുമ്പോൾ കുപ്പി പൊട്ടിക്കാനല്ല, സിഗരറ്റ് കൊടുത്താനല്ല. വേദപുസ്തകം നിന്നെ പഠിപ്പിക്കുന്നത് നീ നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും കൂടെ കൈയോട് കൈയോർത്ത് പിടിച്ച് മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. സർവവശങ്ങളിൽ പരിഹാരിയായവൻ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നു. പോരാ പോരാ, വിലാസമാൽപ്പുള്ള ദൈവത്തെ സ്തുതിച്ചാണ് ശക്തിയോ. പ്രശ്നപരിഹാരം കുപ്പി പൊട്ടിയതല്ല, അത് മനസ്സിലാക്കണം. കൊച്ചിനെ പിടിച്ച് 13 വയസ്സുള്ള കൊച്ചിനെ പിടിച്ച് കനാലിൽ കണ്ട് തള്ളിയവനെ കുറിച്ച് എന്തിനെ കൊന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞ് നിരാശ, നഷ്ടബോധം, കടഭാരം ഇതെല്ലാം കൂടി കുടിച്ചിട്ട് വന്നു. ആ പദം ഞാൻ അണ്ടർലൈൻ ചെയ്തു. പറഞ്ഞ് കുടിച്ചിട്ട് വന്നപ്പോൾ അവ ഇരട്ടിച്ചു. കുറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ലേ പ്രസംഗിക്കുന്നത്. അവ ഇരട്ടിയായി. ഒരിക്കൽ ഭാര്യയുമായി തല്ലുകൂടിയ ഒരു മനുഷ്യൻ ഭാര്യയോടുള്ള വിഷമത്തിന് കുടിക്കാൻ പോയതാ. പ്രശ്നം പോയിട്ട് അവൻ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ 2ആയിട്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് പോയപ്പോൾ 1 ഉള്ളത്, ഇവൻ 2 പ്രശ്നമായി. കുടി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, പണ്ട് മദ്യപാനം തുടങ്ങുന്നത് 25 വയസ്സിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം സ്വന്തമായൊക്കെ നിൽക്കാൻ താണി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് താണുമെന്ന് കണക്കാ പറയുന്നത്, ചുമ്മാ പറയല്ല. വേദവസം പറയുന്നു, പാപമുള്ള ജാതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, മോശമായി നടക്കുന്ന മക്കൾ. നിന്റെ തലമുറ ഓർത്തങ്ങൾ ഇതൊക്കെ നിർത്തണമെന്ന്. പുകവലിക്ക് നിനക്ക് നിന്റെ മകനെ എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? മദ്യപിക്ക് നിനക്ക് നിന്റെ മോൻ കുടിക്കരുന്ന് എങ്ങനെ പറയാൻ കഴിയും? ചുണ്ടിൽ സിഗരറ്റ് പോയെന്ന് അത് വെച്ചോണ്ടാണോ മകനെ ശാസിക്കുന്നത്? തള്ളതടി വഴിയെങ്കിൽ മക്കൾ ചിന്നക്കമ്പി വഴിയല്ലേ? മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സ്വാധീന ശക്തി. പിശാചം ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നാം വളരെ കരയേണ്ട കാലമാണിത്. നാം വായിരിക്കുന്ന മണ്ഡലം ഈ അന്തരീക്ഷത്തിൽ പോലും ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വ്യാപരിക്കുന്ന കാലമാണ്. നിനക്ക് ഡോളറില്ലാതെ ജീവിക്കാം, പണമില്ലാതെ ജീവിക്കാം, പൊസിഷൻ ഇല്ലാതെ ജീവിക്കാം. എന്നാൽ ദൈവമില്ലാതെ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു നിമിഷം പോലെ നിൽക്കാൻ കഴിയില്ല. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിക്കുക. പാപം വലിയ കാലമാണിത്, ദുഷ്ടത വലിയ കാലമാണിത്. കുടിയന്മാർ വർദ്ധിച്ചു. പണ്ടൊക്കെ പെണ്ണുങ്ങൾ കുടിക്കത്തില്ലായിരുന്നു. നമ്മളൊക്കെ കേട്ട ആണുങ്ങള് കുടിയന്മാരെന്നേ കേട്ടിട്ടുള്ളൂ, കുടിച്ചുകളെന്ന് കേട്ടിട്ടില്ല. സ്ത്രീകൾ മദ്യപിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ വായിക്കുന്നല്ലോ, പല ചെറുപ്പക്കാരികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ കുടിയെത്തികളാണ്. ഇന്ന് കേരളത്തിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മദ്യപാനശാലകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കിട്ടുമെന്നും ചോദിക്കരുത്, പലയിടത്തും ഉണ്ട്. പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടത് ആണുങ്ങൾ ഇങ്ങനെ കുടിച്ച് റോഡിന് വീതിയില്ലാതെ ഇങ്ങനെ ആടി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് പെണ്ണുങ്ങൾ കുടിച്ചാടുന്നത് ഞാൻ കണ്ടു. ക്രിസ്തീയ രാജ്യമായ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ നോക്കണം, ചില പ്രത്യേക വീതികളിൽ 5 മണി കഴിഞ്ഞാൽ പപ്പുകൾ, ചാരായ ഷാപ്പുകളെ അവിടെ ഉള്ളൂ. എന്നിട്ട് അവിടുന്ന് പെണ്ണുങ്ങൾ മദ്യപിച്ച്
ചെറുപ്പക്കാരികൾ കാല് തുറയ്ക്കാതെ റോഡിന് ക്രിസ്തീയ രാജ്യമായി ഇംഗ്ലണ്ടിലെ കാര്യമാണ് വീതി കൂടാ നടന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, നീ ശ്രദ്ധിക്കുക. ഞങ്ങൾ പറയുന്നത് രാത്രിയിൽ കുടി വർദ്ധിക്കും, മദ്യപാനം കൂടും, നശിക്കുമാറാകും, വീഞ്ഞു കൊടുപ്പിക്കുന്നു ബൈബിൾ പറഞ്ഞു. ലോകം നശിക്കാൻ പോകുക. നിന്റെ തലമുറ ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ രാത്രി ഞങ്ങൾ യോഗ വെച്ചിരിക്കുന്നത്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. സമയം വളർത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. രാത്രി കഴിവാറായി, പകലേറ്റമെടുത്തു. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാ. അതിലൊരു പദമുണ്ട്, പറന്നിടുമേ ഞാൻ, മറന്നിടുമേ എന്റെ മണ്ണിലെ കഷ്ടങ്ങൾ അഖിലവും ഒരു ദിനത്തിൽ. ഒറ്റ ദിനം കൊണ്ട് നമ്മുടെ സകല കഷ്ടങ്ങളും മറന്ന് നമ്മൾ പറക്കുന്ന ഒരു ദിവസം എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈ ഉയർത്തി ശക്തിയുടെ സ്തോത്രം പറയും. രാത്രിയില്ലാത്തൊരു ദേശം എന്നിട്ടും പാർപ്പിടമാം, മദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കുന്ന ജയമായി. രാത്രിയില്ലാത്തൊരു ദേശം എന്നിട്ടും പാർപ്പിടമാം, മദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കുന്ന ജയമായി. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരു തോലയുമായി വന്നിക്കും ദൈവത്തിന്റെ സ്വർഗീയ രാഗത്താൽ. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരു തോലയുമായി വന്നിക്കും ദൈവത്തിന്റെ സ്വർഗീയ രാഗത്താൽ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുന്നേ, ആശ്രയം തന്മാത്രം സ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുന്നേ, ആശ്രയം തന്മാത്രം സുസ്ഥിരമേ. ഇന്ദ്രമായ നശ്വരമേ, കണ്ണിൻ ഭാഗ്യമെല്ലാം മറിഞ്ഞിടുമേ. നശ്വരമേ, മണ്ണിൻ ഭാഗ്യമെല്ലാം മറിഞ്ഞിടുമേ. ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണ് സ്വർഗീയ നാടറി. വേദന മാത്രമാണെന്നും ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണ് സ്വർഗീയ നാടറി. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തന്മാത്രം നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തന്മാത്രം നാമം സുസ്ഥിരമേ. ലോകത്തിൽ അസ്യമോന്നും ശാശ്വതമല്ലയിലൂടെ ഓടിമാറിയ. ലോകത്തിൽ ആശ്രയമോന്നും ശാശ്വതമല്ലയ ശോകത്തിലൂടെ ഓടിമാറിയ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. അവേ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനും ചെയ്യും അതെന്ന ഭാഗ്യമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തന്മാത്രം നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തന്മാത്രം നാമം സുസ്ഥിരമേ. ഒരിക്കലും പിടിച്ചു വെക്കാൻ കഴിയാത്തത് നഷ്ടപ്പെടുത്തുന്നവൻ ഭാഗ്യവാനാണ്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നു, ഒരിക്കലും നഷ്ടപ്പെടാത്തതിന് വേണ്ടി ഒരിക്കലും പിടിച്ചു വെക്കാൻ കഴിയാത്തത് നഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. എത്രയൊക്കെ ശക്തിയോടെ ദൈവത്തിന് സ്ഥാപനം. നിങ്ങൾക്ക് എന്തോ ഇവിടെ പിടിച്ചു വെക്കാൻ കഴിയും?
നിങ്ങളുടെ ജീവനെ പിടിച്ചു വെക്കാൻ കഴിയുമോ? നിങ്ങളുടെ സമ്പത്തിനെ പിടിച്ചു വെക്കാൻ കഴിയുമോ? നിങ്ങളുടെ സൗന്ദര്യത്തെ പിടിച്ചു വെക്കാൻ കഴിയുമോ? പകലിന്റെ ചില പ്രത്യേകത പറഞ്ഞ് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. പകലിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഉണർവിന്റെ വേളയാണ്. ഉണർവിന്റെ വേള. ഒരു ലോകത്ത് ഒരു സ്ഥലത്ത് മന്ദത കൊണ്ടപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ദൈവം ആത്മാക്കളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. ലോകരാജ്യങ്ങളെ ദൈവം ഉണക്കിക്കൊണ്ടിരിക്കുന്നു. ഉണർവ് നമുക്കറിയാം. സൂര്യനുകൾ പതിച്ചു വരുമ്പോൾ സകല പക്ഷികളും ചിലയ്ക്കാൻ തുടങ്ങും. എല്ലാ പക്ഷികളും പ്രഭാത കിരണം തുടങ്ങുമ്പോഴേ ചില ആരംഭിക്കും. സകല പക്ഷികളും ചില ആരംഭിച്ചിരിക്കുക. അതിന്റെ അർത്ഥം നീതി ഉദിച്ചു വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമുക്കറിയാം, ഈ പത്തനംതിട്ടയിൽ ജീവിക്കുന്ന നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഉപദേശിമാരായിരുന്നു സുവിശേഷം പ്രസംഗിച്ചത്. പുച്ചമണിൽ മാമുദേശി, കൊച്ചിഞ്ഞി ഉപദേശി, അങ്ങനെ ഉപദേശിമാർ പ്രസംഗിച്ച കാലം. ആ കാലം പോയി. ഇന്ന് ആരാ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഫിലിം സ്റ്റാറുകൾ അല്ലേ? ഗുസ്തിക്കാർ, മോണോ ആക്ടുകാർ, പാട്ടുകാർ, ഗായക, വലിയ വലിയ ഫിലിം സ്റ്റാറുകളെയൊക്കെ തമ്പുരാൻ ഇറക്കി ഈ വചനം അവിടെ വായിൽ കൊടുത്തത് ഇറക്കി വിട്ടിരിക്കുക. അവരെല്ലാം ഒന്നിച്ചു പറയുന്നു, സൂര്യ ഉദിക്കാറായി. ശക്തിയുടെ സ്വന്തം പറയാറ്. പ്രഭാതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഉണർവിന്റെ കാലമാണ്. ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഞാൻ മുമ്പേ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്ന വേളയാണ്. ഏതാണ് സൂര്യൻ? വായിച്ചാണ് പാസ്റ്ററെ മലാക്കി പ്രവചനം 4-ാം അധ്യായം 1 വാക്യങ്ങൾ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോട് നിങ്ങൾ ശ്രദ്ധിക്കണം. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചു വരും. ഞാൻ മുമ്പേ പറയുകയുണ്ടായി, രാത്രിയിൽ രോഗാണുക്കൾ വർദ്ധിക്കുന്നു, പകർച്ചവ്യാധികൾ പെരുകുന്നു. നീതി സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇവയെല്ലാം അവൻ വാണിഷ് ചെയ്ത് കളയും. സ്വതന്ത്രം. അതിനെക്കുറിച്ച് യശയ്യാപ്രവചനം 33-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയില്ല. അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. ശ്രദ്ധിക്കൂ, ഇന്നിവിടെ ഏറ്റവും വലിയ ബിസിനസ് ഹോസ്പിറ്റലാണ്. എവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്? പൊട്ടുന്നുണ്ടോ? അമേരിക്ക സാമ്പത്തിക തകർച്ചയിലാണെങ്കിൽ അവിടെയുള്ള ആളുകൾ മെഡിക്കൽ ഫീൽഡിലുള്ള രക്ഷപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കാരണം രോഗികൾ പെരുകുന്നു. രാത്രി ഞങ്ങൾ പറയട്ടെ, ഏതൊരു എത്ര രോഗശാന്തി ക്രൂസുകൾ നടക്കുന്നു, പക്ഷെ രോഗിയുടെ എണ്ണം കൂടുക, കുറയല്ല. എത്ര രോഗശാന്തി ക്രൂസുകൾ നടത്തിയാലും, എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നാലും രോഗിയുടെ എണ്ണം വർദ്ധിക്കും. എന്നാൽ എനിക്ക് ദീനമെന്ന് ഒരു ഭൂസിമാവാസികളും പറയാത്തൊരു ദിവസം വരുന്നു. അതെപ്പോഴെന്നറിയാമോ? നീതി സൂര്യനായ യേശു രോഗോപശാന്തിയോടെ ഉദിക്കുന്ന ദിവസം വരുമ്പോൾ മാത്രം. ശക്തിയോടെ കൈവർത്തി ദൈവത്തെ സ്തുതിച്ചാലും സൂര്യൻ ഉദിക്കാൻ പോകുകയാണ്. ഒരു വാക്യം വായിച്ചിട്ട് പ്രസംഗം പൂർണ്ണമാകില്ല. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. ശ്രദ്ധിച്ചു കേൾക്കൂ. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാലും അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അടുത്ത വാക്യം. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന. എന്താണ് എന്റെ വ്യാഖ്യാനം? നിങ്ങളോട് ചിലുള്ള ദൈവദൂതൻ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ വായിച്ച കേട്ടോ, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കരയുന്ന, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, നാളെ സൂര്യൻ ഉദിക്കുമെന്നുള്ളത് നിശ്ചയമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നുള്ളതും നിശ്ചയമായ കാര്യമാണ്. വാദമെന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക് സഹോദര. പ്രിയപ്പെട്ടവരെ, നാളെ സൂര്യൻ ഉദിക്കരുതെന്ന് ഇന്ത്യൻ പാർലമെന്റ് കൂടി പ്രമേയം പാസാക്കിയാൽ സൂര്യൻ ഉദിക്കാതിരിക്കില്ല. അമേരിക്കൻ സെനറ്റ് കൂടി സൂര്യനെ ബാൻ ചെയ്താൽ സൂര്യൻ ഉദിക്കാതിരിക്കില്ല. അങ്ങനെ യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, ലോകത്തിലെ ഏത് വലിയ ശക്തികൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ഉണ്ടായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനൊരു വശമാണെങ്കിൽ രണ്ടാമത്തെ വശം, യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെ തടയുവാൻ ലോകത്തിലെ ഏത് ശക്തി നോക്കിയാലും സാധിക്കില്ല. നാളെ സൂര്യൻ ഉദിക്കുമെന്നത് സത്യമാണെങ്കിൽ
യേശു ക്രിസ്തു മടങ്ങി വരും. അതും സത്യമായ കാര്യമാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ കൈവത്തിൽ സൂര്യൻ നിൽക്കുന്ന വേളയാ രോഗാവശാന്തി ഒഴുകി. പ്രഭാതത്തിന് മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ആ പ്രത്യേകത ഈ രാത്രി നിങ്ങൾ വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ചെയ്യുന്ന എന്തുവാ എന്ന് പറഞ്ഞേ? ഉറങ്ങാൻ പോവും. പ്രഭാതത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് പറഞ്ഞാൽ എൻ്റെ ഉള്ളം തുള്ളാറുണ്ട്. സ്തോത്രം. ഉറങ്ങാൻ പോയവരൊക്കെ ഉണർന്നു വരുന്ന ദിവസമാണ്. ഈ അർത്ഥം മനസ്സിലായ ശക്തിയോട് സ്തോത്രം. സുഹൃത്തെ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കിയതൊക്കെ എന്നേക്കും പോന്ന് പറഞ്ഞല്ല, പോയി വരിക എന്ന് പറഞ്ഞ ഉറങ്ങാൻ പോയേക്കാ. ഉറങ്ങാൻ അതാണ് 90 സംഘത്തിൽ പറഞ്ഞു. 1000 സംവത്സരം ബാക്കി പറഞ്ഞാട്ട് നിന്റെ ദൃഷ്ടി ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ. സെമിട്രി എന്ന പദം കയമെട്രി എന്ന പദത്തിനുണ്ടായതാണ്. അതിന്റെ അർത്ഥം ഇത്രയുള്ള ഉറക്കറ, ഉറങ്ങാൻ പോകുന്നു. രാസം നിദ്ര കൊള്ളുന്നു. ഭക്തന്മാർ മരണം ഉറക്കമാണ്. ഒരു രാത്രി ഉറങ്ങാൻ പോകുന്നതിനെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു രാത്രിയിലെ ഒരു യാമം പോലെ എന്ന് പറഞ്ഞാൽ 50 വർഷം മുമ്പ് നിന്നെ വിട്ടുപോയ നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ കുഞ്ഞ് സ്തോത്രം ഉണർന്നു വരുന്നത് 50 വർഷത്തെ ക്ഷീണമായിട്ടല്ല, കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ പോയി ഉണർന്നു വരുന്ന പോലെയാണ്. ശക്തിയോടെ സ്തോത്രം പറയുവാൻ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ എത്രയധികം നാം സന്തോഷിക്കണം. ഉറങ്ങാൻ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണർന്നു വരുന്ന കാലമാണ്. ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. 30 സംഗീതം വാക്യം പറഞ്ഞു, സന്ധികൾ കരച്ചു വന്ന് വ്യാപാർക്കും ഉഷസ്സിലോ ദൈവമക്കളെ ആനന്ദഘോഷം വരുന്നു. ശാപ്രമനം പറഞ്ഞു, തന്റെ ജനത്തിന്റെ നിന്ന അവൻ സർവ്വഭൂമിയിൽ നിന്നും നീക്കിക്കളയും. അവന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. 25 ഇവിടെ നിന്ദിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ദൈവസഭ കൈ ഉയർത്തി വാതുറന്ന് സ്തോത്രം പറഞ്ഞാണ്. എല്ലാ പക്ഷിക്കും ജലക്കാം, ദൈവസഭയ്ക്ക് ജലക്കാനൊക്കെ ഇല്ല. അതാ സ്ഥിതി. വരുന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞ 10-25 വർഷമായാലേ തുടങ്ങിയിട്ട് പോസ്റ്ററെല്ലാം തൊടുത്ത് മൈക്ക് വെക്കാം. ആരും മൈക്ക് എടുപ്പിക്കാൻ ചെല്ലില്ല, ബോക്സ് എടുപ്പിക്കില്ല. പക്ഷെ ദൈവമക്കളുടെ ഇച്ചിരി സൗണ്ട് കൂട്ടിയാ സൗണ്ട് കുറയ്ക്കണം. ആർക്കും ചിലയ്ക്കാം, പക്ഷെ ദൈവസഭയ്ക്ക് ചിലയ്ക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എല്ലാവരും ഞങ്ങളുടെ മണ്ടയ്ക്കോട്ടാലും അല്ലേ? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞതൊരു പദവാ, എന്റെ നിമിത്തം നിങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറക്കുവാനുള്ള ആടിനെ പോലെ നിങ്ങളെ എണ്ണുന്നു. ദൈവസഭയെ ഇന്ന് നീ ദുഃഖിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ദിതനായി ദൂതന്മാരാൽ വന്ദിതനായി നീ ആദരിക്കപ്പെടുന്ന ദിവസങ്ങൾ ഒരാ ശക്തിയോട് സ്തോത്രം പറഞ്ഞാണ്. ദൈവസഭയുടെ നിന്ന നീക്കുന്ന ദിവസം അടുത്ത് വരുന്നു. ഒരു പുതിയ ദിനത്തിന്റെ തുടക്കമാണ്. വെളിപ്പാട് 21 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും, പകൽ പുതിയ ദിനം തുടങ്ങുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മുമ്പേ പാടിയതാണ്. ഒരു ദുഷ്ടമൃഗം അവിടെ കയറി വരികയില്ല. 35 വീട്ടിൽ പോയി നോക്ക്, ആ വകയോടെ കാണുകയില്ല. ഹാവയാ വീണ്ടെടുക്കപ്പെടുന്ന മടങ്ങിയുള്ള സന്തോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവിടെ തലമുണ്ടായിരിക്കും. എല്ലാ ദുഃഖവും ഓടിപ്പോകുന്നു. ഒരു ദിവസം അടുത്ത് വരുന്നു. ഒരു വാക്യോടെ വായിച്ച് വേദപുസ്തകം അടയ്ക്കാം. ഇരമ്യാ പ്രവചനം 13-ാം അധ്യായം 16 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ ഇരമ്യാ ചാപ്റ്റർ 13 13-ാം അധ്യായത്തിന് 16 മുതൽ വാക്യങ്ങൾ. ഇരുട്ടാകുന്നതിനും രാത്രി ദേശത്തോട് പറയാനുള്ളത്, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസം വരുത്തും. കേട്ടോ, ഇരുട്ടാകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവകൽപ്പന അനുസരിക്കണം. നാളെ എന്ന് പറഞ്ഞ് നീളയായതിന്റെ രക്ഷ മാറ്റിവെക്കരുത്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്ന ശക്തിയേറിയ ദൂതുകൾ ഉള്ളടക്കം ചെയ്തൊരു പുസ്തകമാണ് സമയമെടുത്തു. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇത് വായിച്ച് തീർക്കാതെ വെക്കില്ല ഞാൻ വിശ്വസിക്കുന്നു. ഇതേ വാക്യമാസ്പദമാക്കി അമേരിക്കയിൽ റിട്രീറ്റ് ഞാൻ പ്രസംഗിക്കുകയാണ്. സമയമെടുത്തു. ദൈവസഭയുടെ വീട്ടിലെത്താൻ കാലമായി. ലോകസംഭവമല്ല അത് വിളിച്ചറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 അവസാനങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി. 5 മിനിറ്റ് നിർത്തും. 1 ജീവാവസാനം, 2 ലോകാവസാനം. എപ്പോൾ സംഭവിക്കുന്നറിയില്ല. നമ്മുടെയൊക്കെ ചിന്ത ഉടനെ ഒന്നും സംഭവിക്കില്ലെന്നാണ്.
പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രിയപ്പെട്ടവർ പലരും നിന്നെ വിട്ടുപോയാൽ എപ്പോൾ നീ ഇവിടുന്ന് പോകുമെന്നറിയില്ല, എപ്പോൾ പോകുമെന്നറിയില്ല. ഒരുങ്ങിയിട്ടുണ്ടോ? ശരീരത്തിന് ആത്മാവ് ഇടപെട്ടാൽ രക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. ഈ രാത്രി രക്ഷിപ്പാൻ കഴിയുള്ള യേശുവിടെ വന്നിട്ടുണ്ട്. ശവസംസ്കാരത്തിനൊക്കെ ചെല്ലും, ഡെഡ് ബോഡി കണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ ഗമയിലൊക്കെ പോകുന്ന കണ്ടാൽ നമ്മൾ ഉടനെയെങ്കിലും പോകുന്ന മട്ടമില്ല. സ്വതം ഈ ഡെഡ് ബോഡി ഞാൻ നോക്കി, ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്ന ആളുകൾ ക്യൂ നിന്ന് വന്ന് കണ്ടു പോകുന്നത് കണ്ടുകൊണ്ടൊരു ദേവദാസൻ പറയുകയാണ്, നാളത്തെ ശവം ഇന്നത്തെ ശവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നെന്ന്. നീ ശവടക്കിന് മുമ്പ് ഓർത്തോണേ, നാളത്തെ ശവമായി ഗമയെ നോക്കിയിട്ട് പോകുന്നേ. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷെ നീ ഏറ്റവും പോയി നോക്കൂ. നമ്മുടെ പ്രിയരായവർ ആരെങ്കിലും ആ ദിവസം പോകും നിന്ദിച്ചാണോ ഇറങ്ങിയത്? നിത്യത ഒരുക്കപ്പെടുന്നു. ഒന്നുകിൽ നിത്യ അന്ധകാരം ഒരുക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിത്യ സ്വർഗം സന്തോഷ സ്ഥലം ഒരുക്കപ്പെടുന്നു. നീ ഏതിനായി ഒരുക്കപ്പെടുന്നു? നീ എന്തിനായി ഒരുക്കപ്പെടുന്നു? രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ പ്രാണനെ വിട്ടാൽ നിത്യ അഗ്നിയിൽ, നിത്യ അന്ധകാരത്തേക്കാണ് നീ പോകുന്നത്. സകല പിടിച്ചുപറിക്കാരും, സകല കൊള്ളക്കാരും, സകല ഭീകരന്മാരും, സകല കൊലപാതകന്മാരും, സകല ബലാത്സംഗക്കാരും, സകല ദുഷ്ടന്മാരുമുള്ള അന്ധകാരപൂരിതമായ നരകം ബാബിലോൺ നിൽക്കുന്നു. പ്രാണനെ വിട്ടാൽ അവിടേക്ക് പോകുന്നു. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ശേഷവും ജീവിക്കാൻ നീ വിധിക്കപ്പെട്ടവനാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ അന്ധകാരം ഈ ഭൂമിയെ മൂടും. അന്ധകാരം ഈ ഭൂമിയിൽ നിന്നും മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കും, ഭൂചലനങ്ങൾ ഉണ്ടാകും, ഇവിടുത്തെ പണിയെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും, ഉച്ചമുളങ്കാൽ വരവണങ്ങളാൽ ബാധിക്കപ്പെടും. ചികിത്സിക്കുന്ന ഡോക്ടറെ അന്വേഷിക്കുന്നാൽ അയാളും ഇതേ അസുഖത്താലായിരിക്കും. സുഹൃത്തെ, രക്ഷപ്പെടാനുള്ള അവസരം ഇത് രാത്രിയാണ്. ഇരുട്ടാകുന്നതിന് മുമ്പേ, നിന്റെ കാലന്ധകാര പ്രവൃത്തികൾ പോകും മുമ്പേ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഉയർത്തിയ വാദം ശക്തിയോട് ദൈവത്തെ ശ്രമിച്ചാൽ ദൈവസഭയോട് ബന്ധമുണ്ട്. അഭിനയങ്ങൾ നിർത്തണം, അഭിനയങ്ങൾ നിർത്തണം. കാരണം എപ്പോൾ കേൾക്കും നിനക്ക് അറിഞ്ഞുകൂടാ, മരണം എപ്പോൾ നിന്നെ പിടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ദൈവസഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞു ലോത്തിന്റെ ഒരു കാര്യം, ലോത്തിന്റെ ഭാര്യയെ ദൈവസഭയുടെ മുന്നറിയിപ്പാണ്. എന്തായാലും അർത്ഥം, നീതിമാനായ ലോത്തിന്റെ വീട്ടിലായിരുന്നവൾ അവളെയും ഭർത്തയാണെന്ന് ലോകം തെറ്റിദ്ധരിച്ചു. നമ്മുടെ ഭാഷ പറഞ്ഞ അവളും ബൈബിൾ എടുത്തുകൊണ്ട് പാട്ടിനും പ്രാർത്ഥനയ്ക്കും പോകുമായിരുന്നു, സ്തോത്രരാക്ഷിയിലായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയം ലോകമായി ഉടക്കിയിലായിരുന്നു. ഹല്ലേലൂയ. കുടിയൊഴിപ്പിക്കുന്ന വിഷയം തുടങ്ങിയപ്പോഴാണ് ലോകത്തിന്റെ ഭാര്യ ആരാണെന്ന് വെളിപ്പെട്ടത്. അപ്പനെ കളിപ്പിച്ചു ഭക്തി അഭിനയിക്കുന്ന മക്കളുടെ ഭക്തിയുടെ അഭിനയങ്ങൾ, ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിന്റെ അഭിനയങ്ങൾ, ഇതൊക്കെ അഴിഞ്ഞു വീഴും. ചുമ്മാ പറയുകയല്ല, വേദന കൊണ്ട് പറയുക. അനേക സ്ഥലങ്ങളിൽ അനേക ദൈവമക്കൾ പോലും സഹോദരിമാർ പ്രാർത്ഥന ആവശ്യപ്പെടാറ്. അവർ പറയും, പാസ്റ്റർ ഞങ്ങളുടെ പാസ്റ്ററോട് പറയാൻ കഴിയില്ല, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേദന ഒഴിയിട്ടതിന് പറയുക. നിന്റെ അഭിനയത്തിന് അറിവ് വരുത്തണം. കാരണം കേട്ടാൽ നീ പറക്കാൻ റെഡിയാകണം. മരണം കടന്നു പിടിക്കും മുമ്പ് ജീവിതം വിശുദ്ധിക്കായി എത്തിക്കപ്പെടണം. എത്ര വാദം ഖരവ്യത്തെ സ്തോത്രം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടിന് പാടിയാണ് യോഗം അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കും. ആ പാട്ടിൽ അണക്കര നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ക്ഷമനായി. ആനന്ദ പൊങ്കര നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു, പോകാം നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, പ്രഭാതം മണ്ണിൽ ഉറങ്ങാൻ പോയ മൃതന്മാർ മടങ്ങി വരുന്ന വേളയാണ്. നമ്മുടെ യാത്രയാക്കിയവരൊക്കെ നമ്മളെ സ്വീകരിപ്പാൻ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ അങ്ങേ തീരത്ത് നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. കൈ ഉയർത്തി വാർന്ന സ്തോത്രം പറയാൻ കഴിയും.